back to Physics Wala. Welcome everybody. So, ഓരോ ദിവസവും നമ്മുടെ നീറ്റ് എക്സാം അടുത്തടുത്ത് വരെയാണ് അല്ലേ? ഇനി ബാക്കി എത്ര ദിവസമുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബയോളജി തന്നെയാണ് ഒരു 3 ദിവസമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെയും ബയോളജി തന്നെയാണ്. സോ ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ NCERT exemplar questions from both botany and zoology ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. And today we are moving on to the PYQ session of zoology. Okay. അതിനുശേഷം നാളെ ബോട്ടണിയുടെ PYQs ആയിരിക്കും. ഹായ് മീഥു, ഹായ് കൃഷ്ണ, MD. യെസ്, നമ്മളുടെ ഡെയിലി ഉള്ള എല്ലാ ആളുകളും എത്തിക്കഴിഞ്ഞല്ലോ. എല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് ഈവനിങ് എവറിബഡി. ഗുഡ് ഈവനിങ്. ഓക്കെ, നല്ല കുട്ടികളാണല്ലോ. എല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ ഡെയിലി വരുന്നുണ്ട്. സോ ഹാപ്പി ഫോർ യു. കീപ് ഗോയിങ്. ഗുഡ് ഈവനിങ് അന്ന. ഗുഡ് ഈവനിങ് ഡിയർ. ഗുഡ് ഈവനിങ് MD. ഗുഡ് ഈവനിങ് എവറിബഡി. അപ്പോൾ ഇന്ന് എത്രയാണ് ഡേറ്റ്? ഇന്ന് 10 അല്ലേ? ജൂൺ 10 ആണ്. സോ നമുക്കിനി ബാക്കി എത്ര ദിവസമുണ്ട്? only 10 more days, right? ആകെ 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആരതി മിസ്. യെസ്, ബ്ലെസ്സി മിസ്. again ബ്ലെസ്സി മിസ്. For the third day you are seeing me continuously. Okay. നിങ്ങൾ ഹാപ്പി അല്ലേ അതിൽ? ഓക്കെ, ആരതി മിസ് ലീവ് ചെയ്തു കേട്ടോ. ആരതി മിസ്. ഓക്കെ, ആരതി മിസ് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് നമ്മളിപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ സ്റ്റുഡിയോ ഇപ്പോൾ ബാംഗ്ലൂരാണ് വരുന്നത്. സോ ഷീ ഹാസ് ലെഫ്റ്റ് ബാംഗ്ലൂർ, ഹോം ടൗണിലേക്ക് പോയി. ഓക്കെ, സബീന എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? പേയ്മെൻറ്റ് ഓൺലൈൻ ആയിട്ട് അയച്ചാൽ മതിയോ? എന്ത് പേയ്മെൻ്റ് ആണ്? എനിക്കത് ഹാപ്പിയാണ്. ഓക്കെ, അത് കേട്ടാൽ മതി. എന്നെ 3 ദിവസം കാണുമ്പോൾ ഹാപ്പിയാണ് എന്നത് കേട്ടാൽ മതി. ഓക്കെ, ദാറ്റ് വിൽ ഫിൽ മൈ ഹാർട്ട് റിയലി. യെസ് നരേന്ദ്ര, ഐ റിമെമ്പർ. ഓർമ്മയുണ്ട്. ആപ്പിൾ ചെയ്തില്ലെങ്കിൽ ഓക്കെ ആണോ? എന്തിനെ കുറിച്ചാണ് സബീന ചോദിക്കുന്നത്? ഒന്ന് പറയാവോ? ആർ യു എ +1 or +2 സ്റ്റുഡൻറ്റ്? +1 or +2 സ്റ്റുഡൻ്റ് ആണോ? ക്ലിയർ ആയില്ല. എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? നമ്മുടെ +1 +2 ക്ലാസ്സുകൾ ഫിസിക്സ് വാല ആപ്പ് ത്രൂ നമ്മൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് അവൈലബിൾ ആകാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, പേയ്മെൻറ്റിൻ്റെ യക്കീൻ ബാച്ച്. ഓക്കെ, നമ്മൾ യക്കീൻ ബാച്ചിൻ്റെ ഇത് എക്സാമിന് ശേഷം, നീറ്റ് എക്സാമിന് ശേഷം കാര്യങ്ങൾ റിവീൽ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാം, ജൂൺ 21 അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം. അതല്ലേ നല്ലത്? ഓക്കെ, നരേന്ദ്ര, ഐ റിമെമ്പർ യു ഫ്രം നോർത്ത് ഡൽഹി. ഐ നോ, ഐ റിയലി റിമെമ്പർ. ഓക്കെ, ഇവിടെ വരുന്ന എല്ലാവരും എനിക്ക് ഓർമ്മയുണ്ട്. ബിക്കോസ് യു ഗൈസ്, ഓക്കെ നരേന്ദ്ര, ഐ റിമെമ്പർ കേട്ടോ. ഓക്കെ, ബിക്കോസ് യു യൂസ് ടു സ്റ്റേ ഇൻ ദിസ് ക്ലാസ് ഫോർ ദ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ദ ടൈം പീരിയഡ് ഓഫ് ക്ലാസ്. Okay, that's why I used to remember you, and mostly you used to come on lives for every sessions. Okay, okay Narendra, I'm using little bit of English also because I know many of our students are outside Kerala, and I always welcome and encourage your participation, and that's why I will use a little bit of English also. Fine Narendra. Okay, അത്ര മാർക്ക് കിട്ടിയാൽ MBBS കേരള കിട്ടും. ഓക്കെ, നമുക്ക് മാക്സിമം മാർക്കിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അങ്ങനെ MBBS കേരളത്തിൽ കിട്ടാൻ വേണ്ടി മാത്രം അങ്ങനെ ട്രൈ ചെയ്താൽ മതിയോ? നമുക്ക് എത്ര മാത്രം പറ്റുമോ മാക്സിമം. ഓക്കെ, ഒരു 700-ലേക്കൊക്കെ ലക്ഷ്യം വെക്കൂ. എന്താണെങ്കിലും ഒരു 650+ നമ്മൾ സ്കോർ ചെയ്യണം. ഓക്കെ, ഒരു 650+ ഡ്രീം ചെയ്യൂ. ഓക്കെ, റാങ്ക് ലിസ്റ്റ് 41 മാർക്ക് കിട്ടിയവരൊക്കെ കണ്ട്. 41 മാർക്കാ? ഓക്കെ, അപ്പോൾ എനിവേ ബാച്ചിൻ്റെ കാര്യം ജോയിൻ ചെയ്യുന്നതൊക്കെ നമുക്ക് ജൂൺ 21 ശേഷം ആലോചിക്കാം. ജൂൺ 21 വരെ നമ്മളുടെ കംപ്ലീറ്റ് ഫോക്കസ് ഈ ഒരു എക്സാമിലേക്കായിരിക്കും. ഓക്കെ ആണോ? സോ നമ്മൾ ഇന്ന് എക്സാക്ട്ലി പ്രോപ്പർ PYQs, NTA-യുടെ പ്രോപ്പർ PYQs ആണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, മോട്ടിവേഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. നമ്മളുടെ മോട്ടിവേഷൻ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. നിങ്ങളെല്ലാവരും അടിപൊളിയാണ്. On May 3rd, you scored 675. That's great, Narendra. And I wish you to score more than that. Okay, more than 675 after 10 days.
on June 21st. Not only Narendra, all of you should score maximum marks. You have the ability, you have the efficiency for that. Okay, actually you learned a lot of things. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. We have learned all the theory part, right? നമ്മൾ തിയറി അത്രയും ചെയ്തു. ആൻഡ് PYQs continuously we are repeating these PYQs. We are attending so many mock tests and we are practicing maximum number of questions. Just imagine, every day we are discussing and practicing that much of questions. Not only PYQs, even we have discussed the NCERT exemplar questions. Okay, then why should you worry? Okay, so we have done our part. ബാക്കിയുള്ള കാര്യം എന്താ? ബാക്കിയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, നമ്മൾ ടൈം മാനേജ്മെൻറ്റും ആക്യുറസിയും എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ് നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. വാട്ട് ഇസ് ദാറ്റ്? സ്ട്രെസ് മാനേജ്മെൻറ്റ് ഡ്യൂറിങ് ദ എക്സാം ടൈം. അതായത് എക്സാം ഹാളിൽ വെച്ചുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ്, അതേപോലെ എക്സാമിൻ്റെ പ്രീവിയസ് ഡേയ്സിലുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ കാര്യം സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് എക്സാം ഡേറ്റ് അടുത്ത് വരുമ്പോഴേക്കും നിങ്ങൾ കുറച്ചധികം ടെൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും, സ്ട്രെസ്ഡ് ആയിട്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ടെൻഷനായിരിക്കും, ഒന്നും ഓർമ്മയില്ല, പഠിച്ചെല്ലാം മറന്നു പോകും, ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് ടെൻഷൻസാണ് നിങ്ങൾ മൈൻഡിൽ കൂടെ വരുന്നത്. അതൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യണം. ഓവർ തിങ്കിങ് ബ്ലോക്ക് ചെയ്യണം. ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട. ഇങ്ങനെ വരുന്ന തോന്നലുകളെല്ലാം നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക, ഇത്രമാത്രം ആലോചിക്കുക. നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്തു, റൈറ്റ്? നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ടെൻഷൻ അടിച്ചാൽ എന്തെങ്കിലും യൂസ് ഉണ്ടോ? നോ. സോ അത് കൺട്രോൾ ചെയ്യണം. ആ സമയം കൂടെ അറ്റ്ലീസ്റ്റ് ഒന്നും ചെയ്തില്ലെങ്കിലും പോസിറ്റീവായിട്ട് റിമൈൻ ചെയ്യാനെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, ഇനിയുള്ള ദിവസം ഇത് തന്നെ ഞാൻ പറയുന്നു. ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ആൻഡ് മാക്സിമം വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്യുക, അനലൈസ് ചെയ്യുക. ടൈം മാനേജ്മെൻറ്റ്, ആക്യുറസി, സ്പീഡ് കാര്യങ്ങളെല്ലാം ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, Narendra, you can say thank you in Malayalam. Yeah, yes. Like Nandi. Okay, the Malayalam term for thank you is Nandi. Okay, yes, botany PYQs tomorrow. Miss Pay NCERT+ ഇങ്ങനെ ഒരു വീഡിയോ ഇടോ പ്ലീസ്. മിസ്സേ ഫിസിക്സ് NCERT +1 ക്വസ്റ്റ്യൻസ്. ഓക്കെ, പറയാം കേട്ടോ. സ്നേഹ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്നേഹയുടെ റിക്വസ്റ്റ് ഞാൻ കണ്ടു. ഓക്കെ, ഞാനത് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഒറ്റ കാര്യം, നമ്മളുടെ മുൻപിൽ 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് 8:30 കഴിഞ്ഞു. അപ്പോൾ ഒരു 10:30 വരെ ആയിരിക്കും നമ്മളുടെ ക്ലാസ് ഞാൻ വിചാരിക്കുന്നത്. മാക്സിമം 10:30 വരെ. അതിനു മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഫുഡ്, വാട്ടർ, ലൈഫ് സ്റ്റൈൽ, അതേപോലെ ഉറക്കം കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ശ്രദ്ധിക്കണം. വെറുതെ ഉറങ്ങാണ്ടിരിക്കരുത്. ഒരു 6-7 hours നിങ്ങൾ ഉറങ്ങണം. ഓക്കെ, ഉറങ്ങാതിരുന്നിട്ട് ഒരു കാര്യമില്ല. അത് ലാസ്റ്റ് ഉറക്കം പോകുന്നതനുസരിച്ച് അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, ബാക്കി സമയം നിങ്ങൾ പ്രോപ്പറായിട്ട് ക്വാളിറ്റി ടൈം നല്ലപോലെ ഉപയോഗിക്കുക. ഇന്നലെ ഒരു കോൺഫിഡൻസ് ആയി. താങ്ക് യു ബ്ലെസ്സി മിസ്, ഞാൻ വീട്ടിൽ പറഞ്ഞു. ഓക്കെ കൃഷ്ണ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഡിസിഷനൊക്കെ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ കൃഷ്ണ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ഇവിടെ റിമൈൻ ചെയ്യുക. കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചെയ്യുക. ആൻസർ സ്വയം ചെയ്ത് അവിടെ ആൻസർ ചെയ്യുക. അത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അവിടെ ആൻസർ ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. എന്താണ് തെറ്റുന്നുണ്ടെങ്കിൽ എന്താണ് തെറ്റിയെന്ന് അനലൈസ് ചെയ്യുക. ഇനി നമ്മൾ വേറെ കാര്യങ്ങളൊന്നും പറയുന്നുണ്ടാവില്ല. ഇതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കും. അതിനുശേഷം നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഡൗട്ട് ചോദിക്കാം. എന്തെങ്കിലും കൺസേൺസോ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒക്കെ അവിടെ ഇട്ട് കഴിഞ്ഞു. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ല. ഓപ്ഷൻ എ നിറച്ചു ആൻസേഴ്സ് കാണുന്നുണ്ട്. ലെറ്റ് മീ റീഡ് ദിസ്. ഓക്കെ, so first question, consider the following. The reductive division for the human female gametogenesis starts earlier than that of the male gametogenesis. Correct ആണ്. നിങ്ങൾ ആൻസർ ഇട്ടതുകൊണ്ട് അത് കറക്റ്റ് ആണ് എന്നത് ഞാൻ ഇവിടെ തന്നെ പറയുന്നു. The gap between the first meiotic division and the second meiotic division is much shorter for males compared to females. കറക്റ്റ് ആണ്. ഫീമെയിൽസിന്റെ കേസിൽ അറസ്റ്റ് ഉണ്ട്. അടുത്തത്, the first polar body is associated with the formation of the primary oocyte. തെറ്റാണല്ലേ? തെറ്റല്ലേ? യെസ്.
അതായത് പ്രൈമറി ഊസൈറ്റിൻ്റെ ഒപ്പമല്ല ഫസ്റ്റ് പോളാർ ബോഡി ഫോം ചെയ്യുന്നത്, അത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഫോം ചെയ്യുന്നത്. ലൂട്ടനൈസിങ് ഹോർമോൺ സർജ് ലീഡ്സ് ടു ഡിസൻറ്റഗ്രേഷൻ ഓഫ് ദ എൻഡോമെട്രിയം ആൻഡ് ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രൽ ബ്ലീഡിങ് അല്ല, ഓവുലേഷനാണ് LH പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്. എയും ബിയും ട്രൂ ആണ്, ബട്ട് സി ആൻഡ് ഡി റോങ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ആഫ്റ്റർ മെച്ചുറേഷൻ ഇൻ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ഏതൊക്കെയാണ്? ബോൺ മാരോ ആൻഡ് തൈമസ് അല്ലേ. ദ ലിംഫോസൈറ്റ്സ് മൈഗ്രേറ്റ് ഫോർ ഇന്ററാക്ഷൻ വിത്ത് ആന്റിജൻസ് ടു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ടിഷ്യൂസ് ലൈക്ക്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസോ ടിഷ്യൂസോ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. തൈമസ്, ബോൺ മാരോ, സ്പ്ലീൻ, ലിംഫ് നോഡ്, പെയേഴ്സ്, പാച്ചസ്. ഫ്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തതായിട്ടൊക്കെ കാണാം. കാരണം PYQs ആണ്. അപ്പോൾ ചില PYQs ഡയറക്ട്ലി NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ എക്സാംപ്ലറിൽ കണ്ട ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് PYQൻ്റെ കൂടെയും കാണാൻ പറ്റും. ഓക്കെ മാം, മിസ്സേ, വാട്ട് നരേന്ദ്ര. ഓക്കെ, യെസ്. സോ ഇത് വായിക്കൂ. ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദി options given below. So these are the options. So it is asked which are the secondary lymphoid organs. We know that thymus and bone marrow endana primary aanu. So swabhavigamaayittum spleen, lymph node and Peyer's patches are the secondary lymphoid organs or tissue. So C, D, E varuna option edana? Option D aanu. Okay, clear? Yes. Yes, only 10 days left. 10 days മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിൽ കാണുക. മാക്സിമം അഗ്രസീവ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇംപ്രൂവ് യുവർ ടൈം മാനേജ്മെന്റ്, ആക്യുറസി ആൻഡ് സ്പീഡ്. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മൾ അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സ്പീഡിൽ ക്വിക്ക് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ടു ബിലോ ആർ 2 statements. ഓക്കെ, വെൻ മെനി alleles of a single gene govern a character, it is called polygenic inheritance. Statement 2, in polygenic inheritance, the effect of each allele is additive. Okay, in the light of above statements, choose the correct answer from the options given below. ചെയ്തോളൂ, ആൻസർ പറഞ്ഞോളൂ. നോക്കട്ടെ ആരാണ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് നോക്കട്ടെ. അപ്പൊ ക്വിക്കായിട്ട് ആൻസർ ചെയ്യണം, ടൈം മാനേജ്മെന്റും കൂടെ പ്രാക്ടീസ് ചെയ്യണം. ആരാണ് ഫസ്റ്റ് ആൻസർ ചെയ്യുന്നത് നോക്കട്ടെ. ഹൂ ഇസ് ദാറ്റ്? അഭിനവ്. ഓക്കെ, ഫോളോഡ് ബൈ സബീന, റുക്സാന, സുഹ. ഓക്കെ, ബി. അപ്പം നിങ്ങൾ മാക്സിമം പരസ്പരം കോമ്പീറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്ന് വെച്ചാൽ പരസ്പരം കോമ്പീറ്റ് ചെയ്യാനല്ല, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ കോമ്പീറ്റും ചെയ്യണം. ഓക്കെ, യെസ്. സ്റ്റേറ്റ്മെന്റ് ബി, 1 is false and 2 is true. എന്താണ്? when many alleles of a single gene govern a character, it is called polygenic inheritance. അല്ല, ഒരുപാട് ജീവികൾ ഒരു സിംഗിൾ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതിനാണ് പോളിജനി എന്ന് പറയുക. പോളിജനി, ദ എഫക്ട് ഓഫ് ഈച്ച് allele is additive. അതിലെ എല്ലാ അലീൽസിനെയും കൂടെ ഇഫക്റ്റ് ഒരുമിച്ച് ചേർത്തിട്ടാണ് ഒരു ഫീനോടൈപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. മാത്സ് ഫോളോയിങ് ലിസ്റ്റ് 1 and list 2. എപ്പിനെഫ്രിൻ, തൈറോക്സിൻ, ഓക്സിറ്റോസിൻ, glucagon. ഇപ്പുറത്തെ ഹൈപ്പർഗ്ലൈസീമിയ, സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ, ബേസൽ മെറ്റബോളിക് റേറ്റ് ആൻഡ് എമർജൻസി ഹോർമോൺ. ഓക്കെ, മാച്ച് ചെയ്തോളൂ. നോക്കട്ടെ ആരാണ് ഇനി ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് നോക്കാം. ആരാണ് നെക്സ്റ്റ് ഈ ചോദ്യം ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് നോക്കാം. കമോൺ, ക്യുക്ക്. പെട്ടെന്ന് അറ്റൻഡ് ചെയ്തോളൂ. നോക്കട്ടെ. Who is that? Ruxana, Anna, Paramita, Krishna, Zuha, Arya, Muniba. സുഹ രണ്ടു തവണ ആൻസർ ചെയ്യുന്നുണ്ട്. എങ്ങാനും ഫസ്റ്റ് വൺ വേഗം കിട്ടിയില്ലെങ്കിലോ എന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഓക്കെ, സോ ആൻസർ ചെയ്താൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് സിയും ഡിയും ഉണ്ടല്ലോ. സിയും ഡിയും കൺഫ്യൂഷൻ ഉണ്ടോ നോക്കാം. എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്രിനാലിൻ അല്ലേ. എപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ. നോറെപ്പിനെഫ്രിൻ ആണ് നോറഡ്രിനാലിൻ. അപ്പൊ ഈ എപ്പിനെഫ്രിൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ എമർജൻസി ഹോർമോൺ, അതായത് ഫൈറ്റ്, ഫ്ലൈറ്റ് റെസ്പോൺസ്, റൈറ്റ്. ഇനിയിപ്പോ തൈറോക്സിൻ എന്താ ചെയ്യുന്നത്? തൈറോക്സിൻ ബേസൽ മെറ്റബോളിക് റേറ്റ്, റൈറ്റ്. നമ്മളുടെ ഓക്സിറ്റോസിൻ ആണ്
സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ അല്ലേ? ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുമ്പോഴാണ് സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ നമ്മളുടെ ചൈൽഡ് ബർത്തിന്റെ ഒക്കെ സമയത്ത്. ഇനി ഗ്ലൂക്കഗൺ എന്താ? ഹൈപ്പർ ഗ്ലൈസീമിയ അല്ലേ? ഗ്ലൂക്കഗൺ എപ്പോഴാണ് വരാണ്? നമ്മളുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന ആളാണ് ഗ്ലൂക്കഗൺ. ഓക്കെ, നമ്മൾ ഫാസ്റ്റിങ്ങോ സ്റ്റാർവിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയാണെങ്കിൽ ഗ്ലൂക്കഗൺ റിലീസ് ചെയ്യും. ഗ്ലൂക്കഗൺ എന്ത് ചെയ്യും? ഗ്ലൈക്കജനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കിയിട്ട് സിംഗിൾ ഗ്ലൂക്കോസ് ആക്കും. സോ ആസ് എ റിസൾട്ട് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. സോ ആൻസർ ഏതാ വരിക? ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ ഡി ആൻസർ ചെയ്തവർക്കൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മക്കളെ, അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു വായിച്ചോളൂ. ദ ഫിനോമിനൻ ഓഫ് പ്ലിയോട്രോപ്പിസം റിഫേഴ്സ് ടു. എന്താണ് പ്ലിയോട്രോപ്പിസം? Presence of two alleles, each of the two genes controlling a single trait. A single gene affecting multiple phenotypic expression. More than two genes affecting a single character. Presence of several alleles of a single gene controlling a single crossover. Answer you. Okay, B. ആരാണത്? ദേവു റുക്സാന. ഓക്കെ, യെസ്, ബി റൈറ്റ് ആൻസർ ആണ്. അതായത് പ്ലിയോട്രോപ്പിസം ആണ് ചോദിച്ചിരിക്കുന്നത്. പ്ലിയോട്രോപ്പിസം എന്ന് പറയുമ്പോൾ ഒരു ജീൻ ഒന്നിലധികം ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ബാക്കി എല്ലാ ഓപ്ഷൻസും തെറ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യമേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം? ഓക്കെ, ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം ഏതെങ്കിലും ഒന്നെന്ന് ഷുവർ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിക്കോ. ദിസ് ഡിസോർഡർ വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ലാങ്ടൺ ഡൗൺ ഇൻ ദ ഇയർ 1866. Such an individual has overall masculine development, however the feminine development is also expressed. The affected individual is short stature, physical, psychomotor and mental development is retarded. Such individuals are sterile. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ which one matches or suits the symptoms of Klinefelter syndrome? Yes, റുക്സാന ആൻസർ ചെയ്തു. Followed by Paramida, ഹൃദ്യ, സബീന, അന്ന, അഭിനവ് സി ആണല്ലോ പറഞ്ഞത്. സി പറഞ്ഞിരിക്കുന്നു. അഭിനവ് വൈ സി ആണോ എന്നതൊന്ന് ഉറപ്പിക്കുക. നോക്കട്ടെ, നിങ്ങൾ എന്താണ് സി പറഞ്ഞത് ഞാൻ നോക്കട്ടെ. ദിസ് ഡിസോർഡർ വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ലാങ്ടൺ ഡൗൺ. അല്ല, അത് ഡൗൺ സിൻഡ്രോത്തിന്റെ ആണ്. അടുത്തത്, സച്ച് എൻ ഇൻഡിവിജ്വൽ ഹാസ് ഓവറോൾ മസ്കുലൈൻ ഡെവലപ്മെന്റ്, XXY ആണല്ലേ. ഹവർ ദ ഫെമിനൈൻ ഡെവലപ്മെന്റ് ഇസ് ഓൾസോ എക്സ്പ്രസ്ഡ്, ഗൈനക്കോമാസ്റ്റിയ. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഇസ് ഷോർട്ട് സ്റ്റേച്ചേർഡ്. അല്ല, ഷോർട്ട് സ്റ്റേച്ചേർഡ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോത്തിന്റെ സിംറ്റം അല്ല. ബിക്കോസ് അവിടെ എന്താ? XXY ആണ്. ഓക്കെ, ഷോർട്ട് സ്റ്റേച്ചേർഡിൽ വരുന്നത് മറ്റ് രണ്ട് ഡിസോർഡേഴ്സിലുമാണ് മെയിൻലി. ഫിസിക്കൽ, സൈക്കോമോട്ടർ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് ഇസ് റീടാർഡഡ്. അത് ഡൗൺ സിൻഡ്രോത്തിലാണ് വരിക. സച്ച് ഇൻഡിവിജ്വൽസ് ആർ സ്റ്റെറൈൽ. അത് കറക്റ്റ് ആണ്, സ്റ്റെറൈൽ ആണ്. സോ ബി ആൻഡ് ഇ ആണ് വരിക. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, എ തെറ്റാണ്. അഭിനവ്. ക്ലിയർ ആണോ? സി അല്ല, നിങ്ങൾ വീണ്ടും സി എഴുതിയിട്ടുണ്ടല്ലോ. അഭിനവിന് ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ചോദ്യം, which one of the following common sexually transmitted disease is completely curable when detected early and treated properly? മുൻപേ ഡിറ്റക്ട് ചെയ്ത് മുൻപേ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഏത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ടുള്ളത്? ഓക്കെ, ഗണോറിയ, ഹെപ്പറ്റൈറ്റിസ് ബി, HIV ഇൻഫെക്ഷൻ ആൻഡ് ജെനൈറ്റൽ ഹെർപ്പസ്. ഓക്കെ, ടൈമർ ഇട്ടാൽ എന്താ പ്രശ്നം എന്നറിയോ? ആക്ച്വലി വി ഹാവ് പോൾ, ബട്ട് ടൈമർ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസും ഇതും കൂടെ ആകുമ്പോൾ കൂടുതൽ ലാഗ് ആവും. അതുകൊണ്ടാണ്. യെസ് പരമിത. അയ്യോ മൈ ഗോഡ്, ചാറ്റ് ബോക്സ് ഒറ്റ പോക്ക്. എനിക്ക് പേര് ഫുള്ള് വായിക്കാൻ പറ്റിയില്ല, നല്ല സ്പീഡിൽ പോയി. ഓക്കെ, സോ എന്താണ്? ഗൊണേറിയ. ഇത് മൂന്നും കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം, ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. നോക്ക് മക്കളെ, നിങ്ങൾ ബയോളജി അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യന് ഒരു 45 സെക്കൻഡ്സേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് അതിനുള്ളിൽ നിങ്ങൾക്ക് അത് ആൻസർ കിട്ടിയിരിക്കണം. നിങ്ങൾ അതിനൊപ്പം എന്താ നമ്മുടെ OMR ഷീറ്റ് ബബിൾ ചെയ്യുകയും ചെയ്യണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ,
ഒരു ലൈക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഒരു 30 സെക്കൻഡ് ഒക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ വായിച്ചോന്ന് കുറച്ച് താകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല, സ്റ്റക്ക് ആവുന്നു, ടെൻഷൻ ആവുന്നു എന്ന് ഫീൽ വരുമ്പോഴത്തേക്കും അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അത് പിന്നെ എപ്പോൾ ചെയ്യാം? നമുക്ക് ലാസ്റ്റ് ഒരു സമയം കിട്ടും, കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്, അത് വാച്ച് ചെയ്യണം. അതനുസരിച്ച് വേണം നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. തൊട്ട് മുമ്പിലിട്ട വീഡിയോ ആണ്. സോ എന്നിട്ട് എന്ത് ചെയ്യണം? ആ ബാക്കി വരുന്ന സമയത്തിൽ നിങ്ങൾ ആ സ്റ്റക്കായ ക്വസ്റ്റ്യൻസിൻ്റെ മുകളിൽ പണിയെടുക്കണം. ക്ലിയർ? അതുപോലെയാണ് എല്ലാ സബ്ജക്റ്റിൻ്റെ കേസിലും കേട്ടോ. ഓക്കെ, ഹായ് രാജി, ഹായ് ഹായ് ഹായ്. Okay, yes, statement. Low temperature preserves the enzyme in a temporarily inactive state, whereas high temperature destroys enzymatic activity because proteins are denatured by heat. Okay, statement 2. When the inhibitor closely resembles the substrate in its molecular structure and inhibits the activity of the enzyme, it is known as competitive inhibitor. So, in the light of above statements, choose the correct answer from the options given below. Okay. ഇതിൻ്റെ ആൻസർ ആണ് നിങ്ങൾ ഡി പറഞ്ഞിരിക്കുന്നത് തോന്നുന്നു. അന്ന, റുക്സാന, ആരാണ്, ഹൃദ്യ, കൃഷ്ണ, സുഹ, പരമിത, രോഹിത്, രോഹിത്. ഓക്കെ ഓക്കെ ഓക്കെ, ഹായ് രോഹിത്, വെൽക്കം. ഓക്കെ, ഇതിൻ്റെ ആൻസർ പറയൂ. ഡി നോക്കട്ടെ. യെസ്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണ്. അതായത് ലോ ടെമ്പറേച്ചറിൽ എൻസൈം താൽക്കാലികമായിട്ട് ടെമ്പറലി ഇനാക്റ്റീവ് സ്റ്റേജിൽ പോകും. പക്ഷേ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ചൂട് കൂടുതൽ കൊടുക്കുമ്പോഴത്തേക്കും അത് ഡീനാച്ചുറേഷൻ ആണ് സംഭവിക്കുക. രണ്ടാമത്തത് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. അടുത്ത ചോദ്യമേ മാച്ച് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 നോക്കുക. കോൺട്രസെപ്റ്റീവ്സ് ആണ് വാസക്ടമി, കോയിറ്റസ് ഇന്ററപ്റ്റസ്, സെർവിക്കൽ ക്യാപ്സ്, സഹേലി. ഇപ്പുറത്തെ ഓറൽ മെത്തേഡ്, ബാരിയർ മെത്തേഡ്, സർജിക്കൽ മെത്തേഡ്, നാച്ചുറൽ മെത്തേഡ്. പെട്ടെന്ന് മാച്ച് ചെയ്യൂ. മാച്ച് ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ടൈം സേവ് ചെയ്യാനുള്ളതാണ്. സോ അതനുസരിച്ച് നിങ്ങൾ പെട്ടെന്ന് മാച്ച് ചെയ്യുക. ഫൈൻഡ് ദി ആൻസർ ക്വിക്ക്ലി. ക്യുക്കായിട്ട് ആൻസർ ഫൈൻഡ് ചെയ്യുക. ക്യുക്ക്. ഓക്കെ, ലെറ്റ് മീ സി ആരാണ് ഫസ്റ്റ് ആൻസർ ചെയ്യുന്നത് നോക്കട്ടെ. നിങ്ങൾ ടെൻഷൻ ആവരുത് ഞാനിങ്ങനെ പറയുന്നതിനനുസരിച്ച്, ബട്ട് നിങ്ങൾ ക്യുക്കായിട്ട് ആൻസേഴ്സ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഹു ഇസ് ദാറ്റ്? റുക്സാന, മുനീബ, രോഹിത്, കിരൺ, രാജി, പരമിത, സുഹ, അന്ന, കൃഷ്ണ. യെസ്, എ ആണ് പറയുന്നത്. ലെറ്റ് മീ മാച്ച്. വാസക്ടമി, സർജിക്കൽ മെത്തേഡ്, കോയിറ്റസ് ഇന്ററപ്റ്റസ്, നാച്ചുറൽ മെത്തേഡ്, സർവിക്കൽ ക്യാപ്, ബാരിയർ മെത്തേഡ് ആൻഡ് സഹേലി, ഓറൽ ക്യാപ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് രാജി. ഓക്കെ, ഓക്കെ രോഹിത്, കിരൺ, സുഹ. നെക്സ്റ്റ്, which of the following statements are correct regarding skeletal muscles? Okay, skeletal muscle base ചെയ്തിട്ടുള്ള ചോദ്യമാണ്. Muscle bundles are held together by collagenous connective tissue layer called fascicle. Fascicle എന്ന് പറയുന്ന കണക്റ്റീവ് ടിഷ്യൂ ലെയർ ഉപയോഗിച്ചാണ് മസിൽ ബണ്ടിൽസിനെ ടുഗെദർ ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് മസിൽ ഫൈബർ ഇസ് എ സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ്. Striated appearance of skeletal muscle fibers due to distribution pattern of actin and myosin proteins. M line is considered as functional unit of contraction called a sarcomere. Choose the most appropriate answer from the options given below. Okay, Rohit. A and B means itself we can match them. Yes, very good Rohit. No, it is like that. I always used to say that match the following questions are the kind of questions we can save time. Because actually by answering one or two options in most of the match the following questions, the answer is done. Okay, we don't have to match for 4 options. Sometimes we have to match 3 options, that's okay, but mostly we need to match only 2 answers. A നോക്കട്ടെ. So muscle bundles are held together by like a bundles itself നാണ് നമ്മൾ fascicle എന്ന് പറയുക. So this is wrong. Sarcoplasmic reticulum calcium ions ആണ്. It is endoplasmic reticulum in muscle cells. അടുത്തത് striated appearance actin and myosin കാരണമാണ്. That's true. M line അല്ല, Z line ആണ് അല്ലേ. Okay, sorry, sarcomere ആണ്. Like M line is considered as functional unit of contraction called സാർക്കോമിയറോ. എം ലൈൻ എന്ന് വെച്ചാൽ അതൊന്നും അല്ല പറയുന്നത്, നമ്മളുടെ എച്ച് സോണിൻ്റെ സെൻട്രലിലുള്ള ലൈനാണ് എം ലൈൻ എന്ന് പറയുന്നത്. 2 സെറ്റ് ലൈൻസിൻ്റെ ഇടയിലാണ് ഈ ഒരു സാർക്കോമിയർ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇത് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ എ. വെരി ഗുഡ്. അടുത്ത ചോദ്യം
Again, രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, അസേർഷൻ നോക്കാവേ. ലോയ്ക്ക് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഡസ് നോട്ട് ഹോൾഡ് ഗുഡ് ഫോർ ദ ജീൻസ് ആണ്. ഫോർ ദ ജീൻസ് ദാറ്റ് ആർ located closely on the same chromosome. നോക്ക്, ഒരു സെയിം ക്രോമസോം അതിൻ്റെ അടുത്തിരിക്കുന്ന രണ്ട് ജീൻസ്. മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഡസ് നോട്ട് ഹോൾഡ് ഗുഡ് ഫോർ ദ ജീൻസ് ദാറ്റ് ആർ ലൊക്കേറ്റഡ് ക്ലോസ്ലി ഓൺ ദ സെയിം ക്രോമസോം. ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കില്ല. റീസൺ, ക്ലോസ്ലി ലൊക്കേറ്റഡ് ജീൻസ് അസോർട്ട് ഇൻഡിപെൻഡന്റ്ലി. അടുത്തിരിക്കുന്ന ജീനുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യും. എന്താണ് ആൻസർ? ആൻസർ വേഗം പറഞ്ഞോളൂ. യെസ്, കൃഷ്ണ ആൻസർ പറഞ്ഞിട്ടുണ്ട്. നോക്കണേ, അസേർഷൻ ആൻഡ് റീസൺ നോക്കണേ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പ്രോപ്പർലി നോക്കുക കേട്ടോ. കൃഷ്ണ എന്താ പറഞ്ഞത്? കൃഷ്ണ അഭിനവ് ഡി, കൃഷ്ണ ഡി, കിരൺ, റുക്സാന ബി, രോഹിത് ഡി. എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്. സി മാത്രമേ ഇല്ലാത്തുള്ളൂ. എയും ബിയും ഡിയും കൺഫ്യൂഷനാണ്. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. Mendel's law of independent assortment does not hold good for the genes that are located closely on the same chromosome. അടുത്തിരിക്കുന്ന രണ്ട് ജീനുകൾ, ഒരു ക്രോമസോമിൽ തന്നെ രണ്ട് ജീനുകൾ അടുത്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ദേ ആർ, അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ദേ ആർ ക്ലോസ്ലി ലിങ്ക്ഡ് അല്ലേ? അവർ രണ്ടുപേരും ക്ലോസ്ലി ലിങ്ക് ചെയ്തിട്ടിരിക്കുക. അവരുടെ ഇടയിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കില്ല. കറക്റ്റ് അല്ലേ മക്കളെ? എല്ലാ ചോദ്യ പേപ്പറിലും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും ലിങ്കേജും കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ തവണയും നമ്മൾ വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുന്നില്ല. നിങ്ങൾ തെറ്റിച്ച് കളയാണ്. നോക്കൂ, ശ്രദ്ധിച്ച് കേട്ടോളുക, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളുക. ലിങ്കേജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ജീനുകൾ ഒരു ക്രോമസോമിലാണെങ്കിൽ അവിടെ എന്ത് നടക്കില്ല? അവിടെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഒരു കാരണവശാലും നടക്കില്ല. ഒറ്റ ക്രോമസോമിലുള്ള രണ്ട് ജീനുകളുടെ ഇടയിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കില്ല. ഒരൊറ്റ സിറ്റുവേഷനിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തന്നിരുന്നു, ഈ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഹോമോലോഗസ് നോൺ ഹോമോലോഗസ് ഒക്കെ വെച്ചിട്ട്. നോക്ക്, രണ്ട് ക്രോമസോംസ്, ആ ജീനുകൾ രണ്ട് വ്യത്യസ്ത ക്രോമസോമിലാണെങ്കിൽ മാത്രം, ഇതൊരു ടൈപ്പ് ഓഫ് ക്രോമസോം, ഇത് അടുത്ത ടൈപ്പ് ഓഫ് ക്രോമസോം. നോക്ക്, അപ്പൊ ഈ രണ്ട് ജീനുകളും രണ്ട് വ്യത്യസ്ത ക്രോമസോമിലാണെങ്കിൽ മാത്രമേ അവരുടെ ഇടയിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കുള്ളൂ. ആ പേരാലോചിച്ച് നോക്ക്, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. പരസ്പരം ഡിപ്പെൻഡ് ചെയ്യാണ്ട് അസോർട്ട് ചെയ്യണം. അതിന് അനിവാര്യമല്ലേ അവർ രണ്ട് ക്രോമസോമിലായിരിക്കും എന്നത്? ഒരു ക്രോമസോമിൽ തൊട്ടടുത്തിരിക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡന്റ്ലി അസോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവിടെ ലിങ്കേജ് ഉണ്ട്. So this statement is true. Closely located genes assort independently. വീണ്ടും തെറ്റിച്ച് പറയുന്നു. അടുത്തിരിക്കുന്ന രണ്ട് ജീനുകൾ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടത്തും. ഇല്ല, they are linked. So that is false. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? A is correct and R is not correct. Clear ആണോ? This class I can understand. Okay Rohit, it's nice. Thank you so much. Okay, so is this clear for you? ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഈസ് ദിസ് കോൺസെപ്റ്റ് ക്ലിയർ? കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ എന്ന് പറയണേ. കുറച്ച് ആളുകൾ ആൻസർ തെറ്റിച്ച് പറഞ്ഞായിരുന്നു. ആൻസർ തെറ്റിച്ച് പറഞ്ഞവർക്ക് ഇത് ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഷാൽ വി മൂവ്? അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യമേ. ഓക്കെ, അഗെയിൻ two statements. Yes, clear ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1, the release of sperms into the seminiferous tubule is called spermiation. Release of sperms into the seminiferous tubule. Seminiferous tubuleക്കുള്ള സ്പേമിന്റെ റിലീസിനാണ് സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, spermiogenesis is a process of formation of sperms from spermatogonia. സ്പെർമാറ്റോഗോണിയയിൽ സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ സ്പെർമിയോജെനസിസ് എന്നാണ് പറയുക. സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കൂ. ക്ലിയർ. Okay. Thank you. Yes, I remember everybody. I remember Mr. Artist. Okay, Nazim, are you that Mr. Artist? Are you that same person? I think the ID has changed. പിന്നെയും ബിയും എയും പറയുന്നുണ്ട്. പിന്നെയും ആൻസർ ബിയും എയും പറയുന്നുണ്ട്. നോക്കട്ടെ.
ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. എ പറയുന്നവരൊക്കെ ശ്രദ്ധിക്കണം. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ബി ആണ് കറക്റ്റ് ആൻസർ. എ കറക്റ്റും അതായത് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റും 2 ഇൻകറക്റ്റും ആണ്. രണ്ടും ഇൻകറക്റ്റ് അല്ല. നോക്കിക്കേ, റിലീസ് ഓഫ് sperms into the seminiferous tubule is called as spermiation. Okay, that's true. ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എവിടേക്കാണ് സ്പെർമിയേഷൻ്റെ സമയത്ത് സ്പേം റിലീസ് ചെയ്യുന്നത്? എവിടേക്കാണ് റിലീസ് ചെയ്യുന്നത്? സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ. ഇത് സെമിനിഫറസ് ട്യൂബ്യൂൾ എടുക്കുകയാണെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ല്യൂമൻ, റൈറ്റ്, ഇതിന് നമ്മൾ ല്യൂമൻ എന്ന് പറയും. ഇതാണ് വോൾ പാർട്ട് അല്ലേ. അപ്പോൾ ഈ ല്യൂമൻ നമുക്ക് നമ്മുടെ സ്പെർമാറ്റോജനസിസ് ഈ പെരിഫറൽ പാർട്ട് ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് ല്യൂമനിലേക്കാണ് ഇങ്ങനെ നടക്കുക, റൈറ്റ്. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ല്യൂമനിലേക്കുള്ള സ്പേമിന്റെ റിലീസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. അടുത്ത സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആ പ്രോസസ് നമ്മൾ സ്പെർമാറ്റോജനസിസ് എന്നാണ് പറയുക. സോ ദാറ്റ്സ് വൈ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ക്ലിയർ? ഓക്കെ നസീം, സെയിം പേഴ്സൺ, ഫൈൻ. സോ ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സോ മക്കളെ, അടുത്ത ചോദ്യം which of the following statements are true for spermatogenesis but do not hold true for oogenesis? Spermatogenesisന്റെ സൈഡിൽ നോക്കും ഇത് കറക്റ്റ് ആണ്, but it is not correct in case of oogenesis. Okay, it results in the formation of haploid gametes. It results in the formation of haploid release of sperm from seminiferous from the lumen of Sertoli cell. Sertoli cell in the lumen. Sertoli cell in the Sertoli cell sperm heads dip ചെയ്തിട്ടിരിക്കും ന്യൂട്രീഷന് വേണ്ടിയിട്ട്. ഓക്കെ, ആ റിലീസ് പ്രോസസ്സിന് സ്പെർമിയേഷൻ എന്ന് പറയാം. ല്യൂമനിലേക്ക് റിലീസ് ചെയ്ത് അതുവഴിയാണ് ഇവർ എങ്ങോട്ടേക്ക് പോവുക? ആ ല്യൂമൻ ത്രൂ ആണ് റെറ്റി ടെസ്റ്റിസിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗെമീറ്റ്സ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് സ്പെർമാറ്റോജനസിന് മാത്രമേ കറക്റ്റ് ആയിരിക്കാൻ പാടുള്ളൂ, ഊജനസിന് കറക്റ്റ് ആയിരിക്കാൻ പാടില്ല. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗെമീറ്റ്സ്. ഡിഫറൻസിയേഷൻ ഓഫ് ഗമീറ്റ് occurs after the completion of meiosis. Meiosis occurs continuously in a mitotically dividing stem cell population. It is controlled by the luteinizing hormone and follicle stimulating hormone secreted by the anterior pituitary. It is initiated at puberty. ആൻസർ പറയൂ. സിയും ഇയോ സ്റ്റേറ്റ്മെന്റ്സ് ആണോ പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റ് സിയും ഇയോ ആണ് കറക്റ്റ് എന്നാണോ പറഞ്ഞത്? നോക്കാം നമുക്ക്. നിങ്ങൾ ആൻസർ ചെയ്യൂ. Yes, okay. It results in the formation of haploid gametes. രണ്ടുപേരുടെ കേസിലും ഹാപ്ലോയിഡ് ഗമീറ്റ്സ് ആണ് ഫോം ചെയ്യുക. സോ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് ഡിഫറൻസിയേഷൻ ഓഫ് ഗമീറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് മിയോസിസ്. ഓക്കെ, ആക്ച്വലി ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഡിഫറൻസിയേഷൻ ഓഫ് ഗമീറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് മിയോസിസ്. It is true for spermatogenesis and do not true for oogenesis എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം നമ്മളുടെ സ്പെർമാറ്റിഡ് രൂപമാറ്റം സംഭവിച്ച സ്പെർമാറ്റോസോവയായിട്ട് മാറുന്ന ഒരു പരിപാടി ഉണ്ട്. സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവ ആവണം. മിയോസിസിന് ശേഷം സ്പെർമാറ്റിഡ് ഫോം ചെയ്യും, പക്ഷെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്പെർമാറ്റോസോവ രൂപത്തിലതിന് ശേഷമാണ് ആവുന്നത്. So the statement is true for spermatogenesis but not true for oogenesis. അടുത്തത് meiosis occurs continuously in a mitotically dividing stem cell population. No,
യെസ്, കണ്ടിന്യൂസ്ലി മൈറ്റോട്ടിക്കലി ഡിവൈഡിങ് സ്റ്റെം സെൽ പോപ്പുലേഷൻ. അതായത് നമ്മളുടെ മെയിൽസിൻ്റെ കേസിൽ ജെനസിസിൻ്റെ കേസിൽ സ്പെർമാറ്റോഗോണിയം മൈറ്റോസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുകളിലാണ് ഈ പറഞ്ഞ മിയോസിസ് പോയിട്ട് ഒക്കർ ചെയ്യുന്നത്. പക്ഷേ ഫീമെയിൽസിൻ്റെ കേസിൽ എന്താണ്, ആദ്യം ആ നമ്പർ ഇത്ര ഓഗോണിയ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ നോ മോർ ഊഗോണിയ ആർ ആഡഡ് ആഫ്റ്റർ ദാറ്റ് എന്നാണ് നമ്മളുടെ ടെക്സ്റ്റിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ. സോ ദിസ് ഇസ് റോങ്. It is controlled by the luteinizing hormone and follicle stimulating hormone secreted by the anterior pituitary. Actually, spermatogenesis LH-ഉം FSH ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ലേഡിക് സെല്ലിൻ്റെ മുകളിൽ ആക്റ്റീവ് ആൻഡ്രജൻസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഇത് സെർട്ടോളിയുടെ മുകളിൽ പോയിട്ട് ആക്റ്റീവ്. പക്ഷേ ഡു നോട്ട് ഹോൾഡ് ട്രൂ ഫോർ ഊജനസിസ്. അതിനപ്പുറം ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഒരുപാട് ആൾക്കാരുണ്ട്, റൈറ്റ്. സോ എന്താണ്, സോറി LH-ഉം FSH-ഉം നമുക്ക് രണ്ടുപേരുടെ കേസിലും ശരിയാണ്. എന്ന് വെച്ചാൽ ഫീമെയിൽസിൻ്റെ കേസിൽ LH-ഉം FSH-ഉം അതിനപ്പുറം ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉണ്ട്. എന്നാലും LH-നും FSH-നും ഊജനസിസിൻ്റെ കേസിലും അതേപോലെ സ്പെർമാറ്റോജനസിസിൻ്റെ കേസിലും ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് സ്പെർമാറ്റോജനസിസിൽ മാത്രമേ ഉള്ളൂ, ഊജനസിസിൽ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി അടുത്തത്, it is initiated at a puberty. It is initiated at a puberty. നോക്കൂ, പ്യൂബർട്ടിയിൽ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഏതാണ്? മാം, ക്യാൻ യു പ്ലീസ് ടെൽ ഹൗ ടു റീഡ് ജെനറ്റിക്സ് ലെസൺ? മാം ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ. റോഹിത് ഐ വിൽ ടെൽ യു ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇസ് ഇനീഷ്യേറ്റഡ് അറ്റ് എ പ്യൂബർട്ടി. സ്പെർമാറ്റോജനസിസിൻ്റെ കേസിൽ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഓക്കെ, സോ നമ്മളുടെ ഇടയിൽ രണ്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ള, നോക്ക്, നമ്മൾ ഓൾറെഡി ഓപ്ഷൻ എനെ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ഓപ്ഷൻ എനെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഓപ്ഷൻ എ എവിടെയും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മളിവിടെ ഫൈനലി ട്രൂ ആയിട്ട് എടുത്തിരിക്കുന്നത് ബിയും ഇയും ആണ്. സോ ബിയും ഇയും വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. സി വരുന്നുണ്ട്, അതേപോലെ ബിയും വരുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കുന്നത് ഡിയും ഇയുമാണ്. ഡിയും സിയും ആണ്. ശ്രദ്ധിക്കണേ, ഡിയും സിയും ആണ് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുകൂടെ വായിച്ചു നോക്കുക. മിയോസിസ് ഒക്കേഴ്സ് കണ്ടിന്യൂസ്ലി ഇൻ എ മൈറ്റോട്ടിക്കലി ഡിവൈഡിങ് സ്റ്റെം സെൽ പോപ്പുലേഷൻ. ഇത് ആക്ച്വലി എവിടെ കറക്റ്റ് ആണ്? ആക്ച്വലി ഓക്കെ, ഞാൻ സിമ്പിൾ ഇട്ടതിൽ തെറ്റിപ്പോയതാണ്. ഇത് കറക്റ്റ് ആണ് അല്ലേ? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. മിയോസിസ് മൈറ്റോട്ടിക്കലി ഡിവൈഡിങ് സ്റ്റെം സെൽ പോപ്പുലേഷനിലാണ്. സ്പെർമാറ്റോജനസിസിന്റെ കേസിൽ അത് കറക്റ്റ് ആണ്, സ്പെർമാറ്റോഗോണിയ. പക്ഷെ ഊഗോണിയയുടെ കേസിൽ നമ്മൾ പറഞ്ഞു അങ്ങനെയല്ല. ഓക്കെ, സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. അപ്പോൾ ബി സി ഇ വരുന്ന ആൻസർ ഇസ് ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഞാൻ ഏതോ ബോധത്തിൽ ആ റോങ് ഇട്ടത് ഞാൻ ശ്രദ്ധിച്ചില്ല. കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയിട്ട് റോങ് മാർക്ക് ചെയ്തു. Last time your question was similar that I hope yes thank you Mr. Artist, thank you so much. I remember you were there like Mr. Artist during those last days. For all the sessions you were there, Mr. Artist. I really remember you, but I forgot your place. Okay, which year question that I don't remember. Okay, ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ജെനറ്റിക്സ് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. രോഹിത് ഇസ് ആസ്കിങ് ഹൗ ടു റിവൈസ്, ഹൗ ടു റീഡ് NCERT genetics. Okay, you make the concepts clear. Okay, just make the concepts clear and just you can summarize the concepts by reading NCERT. Okay, if you have I just want to ask you, haven't you read NCERT genetics chapters? Molecular basis, principles of inheritance and evolution. If you haven't read that, no need to read it again. If the concepts are clear for you, you can read it and conclude. Okay, if you haven't learned those chapters, don't try to learn it now. Okay, clear? So adutha chodyam, given below are two statements. First statement, the coagulum is formed of network of threads called thrombins. Statement 2, spleen is a graveyard of erythrocytes. Read and mark the correct answer. Okay, good and Miss. Last time all lecture. Yes Mr. Artist, thank you. Keep watching, keep going, score good marks. Okay, this time also you will score good marks. It will be easy for your examination, these preparations and question practice.
ഓക്കെ മിസ്റ്റർ ആർട്ടിസ്റ്റ്, സോ ഇതൊന്ന് ആൻസർ ചെയ്യൂ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും വായിക്കൂ. നമുക്ക് ലൈക്ക് 9:10 പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. നമ്മളൊരു 16 ക്വസ്റ്റ്യൻ എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മളിന്ന് കുറച്ച് സ്ലോ ആണ്. പെട്ടെന്ന് ആൻസർ അറ്റൻഡ് ചെയ്യൂ. നമ്മളുടെ ഉദ്ദേശം ഒരു ക്വസ്റ്റ്യൻ 45 സെക്കൻഡിലൊക്കെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് വി ആർ ടേക്കിംഗ് എ ലോട്ട് ഓഫ് ടൈം. താങ്ക് യു ആർട്ടിസ്റ്റ്. ഓക്കെ, യെസ്, അതായത് സ്റ്റേറ്റ്മെന്റ് the coagulum is formed by network of threads called fibrin. So this is wrong. Spleen is a graveyard of erythrocytes. Correct. Okay, so the right answer is option C. Statement 1 is incorrect. Statement 2 is correct. Okay, moving on to the next question. Adutha chodyam, which one of the following statement is correct? 4 statements nokam. Tricuspid and bicuspid walls open due to the pressure exerted by the simultaneous contraction of the atria. രണ്ട് atrium contract ചെയ്യുമ്പോഴത്തേക്കും tricuspid and bicuspid walls എന്ത് ചെയ്യുന്നു? ഓപ്പൺ ചെയ്യുന്നു. Blood moves freely from atrium to ventricle during joint diastole. Increased ventricular pressure causes closing of the semilunar wall. The atrioventricular node generates an action potential to simulate atrial contraction. Okay. 4 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യൂ. കറക്റ്റ് വൺ ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. 4 ഓപ്ഷൻസ്. യു ക്യാൻ ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ബി, ഹൂ ഇസ് ദാറ്റ്? റുക്സാന. യെസ്, കറക്റ്റ് ആണ്. അതായത് ഏട്രിയ കൺട്രാക്ട് ചെയ്യുമ്പോഴല്ല, ലൈക്ക് നമ്മളുടെ ഏട്രിയയിലുള്ള ബ്ലഡ് വെൻട്രിക്കിൾസിൽ എത്തിക്കഴിയുമ്പോഴാണ് വാൽവുകൾ ക്ലോസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് റോങ്. ഡയസ്റ്റോളിൻ്റെ സമയത്ത് ഫ്രീ ആയിട്ട് ബ്ലഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. വെൻട്രിക്കുലർ പ്രഷർ കോസസ് ക്ലോസിങ് ഓഫ് ദ സെമി ലൂണാർ വാൾസ്. അല്ല, വെൻട്രിക്കുലർ കൺട്രാക്ഷൻ കഴിഞ്ഞ് ബ്ലഡ് വെസൽ എത്തിയതിന് ശേഷം ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ സെമി ലൂണാർ വാൾവുകൾ ക്ലോസ് ചെയ്യുന്നത്. എ വി നോഡല്ല ജനറേറ്റ് ചെയ്യുന്നത്, എസ് എ നോഡാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, ഫോർ ജെനറ്റിക്സ് ഹിമാമിൻ്റെ ഡേ ടു. യെസ്. Okay. Rohit, please read that comment of Fawaz. Read that comment of Fawaz. She is recommending to watch the genetics live session. Okay, that is taken by me itself in day 24 NEET revision series. Okay, actually we took one shot of all chapters. You can go through that lecture for രോഹിത്തിന് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഏതെങ്കിലും ചാപ്റ്റർ ഫുള്ളി പെട്ടെന്ന് ഇത്ര സമയത്തിനുള്ളിൽ പഠിക്കണമെങ്കിൽ ആ റിവിഷൻ സീരീസിൽ കൂടെ പോവാം. ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് ആ ടെക്സ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക, കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക കേട്ടോ. ഓക്കെ രോഹിത്, ട്രൈ ദാറ്റ്. ഐ ഫോർഗോട്ട് ദാറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം ഇനിയും ഉണ്ട്. ഒരു 60 ക്വസ്റ്റ്യൻസ്. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സൈനാപ്സ്. സൈനാപ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Synapse. Okay, electrical current can flow directly from one neuron into another across the electrical synapse. Okay, രണ്ട് neurons, അപ്പോൾ ഒരു neuron to next neuron electrical synapse through electric current flow ചെയ്യാം. Chemical synapses use neurotransmitters. Impulse transmission across a chemical synapse is always faster than that across an electrical synapse. The membranes of presynaptic and postsynaptic neurons are in close proximity in an electrical synapse. Okay, ഇലക്ട്രിക്കൽ സൈനാപ്സും കെമിക്കൽ സൈനാപ്സും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. സി ആൻസർ വന്നിട്ടുണ്ട്. റൈറ്റ്, ശരിയാണ്. ഇലക്ട്രിക്കൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കേണ്ടത്. ഇലക്ട്രിക് സൈനാപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സൈനാപ്സ് ഇടയ്ക്കുള്ള ഗ്യാപ്പ് കുറവാണ്, സോ പെട്ടെന്ന് തന്നെ പോയിക്കോളും. കെമിക്കൽ സൈനാപ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്, ശരിയാണ്. ലൈക്ക് ഇലക്ട്രിക് സൈനാപ്സിൻ്റെ കേസിൽ രണ്ടുപേരും അടുത്തായതുകൊണ്ട് പ്രീ സൈനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺസ് വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇമ്പൾസ് ട്രാൻസ്മിഷൻ അക്രോസ് എ കെമിക്കൽ സൈനാപ്സിസ് ഓൾവേസ് ഫാസ്റ്റർ. അല്ല, ഇലക്ട്രിക്കൽ ആണ് അടുത്തായതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, match list 1 with the list 2. Choose the correct answer from the options given below. List 1, list 2. Glycogen, globulin, steroids and thrombins. ഇപ്പുറത്ത് ഹോർമോൺ, ബയോകാറ്റലിസ്റ്റ്, ആന്റിബോഡി ആൻഡ് സ്റ്റോറേജ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഒന്ന് മാച്ച് ചെയ്യൂ. പെട്ടെന്ന് മാച്ച് ചെയ്യൂ. Match it fastly. Quick. Quick answering. Speed, accuracy, time management. Mindil undarikya. Speed, accuracy and time management.
Yes, option 2 right ആണ് right. Glycogen storage protector, globulin is the antibody, steroids hormone, thrombin is the biocatalyst. Okay, yes, very good. Okay ആണ്. B is the right answer. അപ്പോൾ അടുത്ത ചോദ്യം, the recombination frequency between the genes A and C എന്ന് പറയുന്ന ജീൻ്റെ ഇടയിലുള്ള recombination frequency 5%, B യും C യുടെ ഇടയിൽ എത്രയാണ് 15%, B and D, B യുടെ D യുടെ ഇടയിൽ 9%, A and B, ഈ A യുടെയും B യുടെ ഇടയിൽ എത്രയാണ് 20%, and C and D, C യുടെയും D യുടെ ഇടയിൽ 24%, A and D overall 29%. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ജീൻസിൻ്റെ ലീനിയർ അറേഞ്ച്മെൻറ്റ് ഏതാണ്? പറയൂ, ലീനിയർ അറേഞ്ച്മെൻറ്റ്. ഫൈൻഡ് ദ ലീനിയർ അറേഞ്ച്മെൻറ്റ്. ഓക്കെ മിസ്റ്റർ ആർട്ടിസ്റ്റ്. ഓക്കെ, അപ്പം നോക്ക്, എയും ബിയും 15 + 5 20, ഓൾമോസ്റ്റ് 20 കറക്റ്റ് ആണ്. സി ആൻഡ് ഡിയുടെ ഇടയിൽ 15 + 9 25 24. ഓക്കെ, ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ടോട്ടലി 5 + 15 + 9 29. ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്ത കറക്റ്റ് ഓർഡർ ആണ് ACBD എന്നുള്ളത് കറക്റ്റ് ഓർഡർ ആണ്. ക്ലിയർ? ഓപ്ഷൻ സി റൈറ്റ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ? ഈ തന്നിരിക്കുന്നതിൽ ട്രൂ അല്ലാത്തത്, ശരിയല്ലാത്തത്, നോട്ട് ട്രൂ, തെറ്റായത്. സ്വീറ്റ് പൊട്ടേറ്റോ ആൻഡ് പൊട്ടേറ്റോ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് അനലോഗി. അനലോഗസ് ഓർഗൻസ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹോമോലോഗി ഇൻഡിക്കേറ്റ്സ് കോമൺ ആൻസസ്ട്രി. Flippers of penguins and dolphins are a pair of homologous organs. Analogous structures are a result of convergent evolution. Find it soon. Okay. Vego answer you. Vegam answer cheyu. Yes. Okay, C പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. സ്വീറ്റ് പൊട്ടേറ്റോ ആൻഡ് പൊട്ടേറ്റോ അനലോഗസ് ഓർഗൻസ് അല്ല. അനലോഗസ് ഓർഗൻസ് പറയുമ്പോൾ ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആൻഡ് കോമൺ ഫംഗ്ഷൻ, തെറ്റ്. ഹോമോലോഗി ഇൻഡിക്കേറ്റ്സ്, സോറി ഇത് കറക്റ്റാണ്. ഇവർ രണ്ടുപേരും എന്താ അനലോഗസ് ഓർഗൻസിൻ്റെ എക്സാമ്പിൾ ആണ്. എന്ന് വെച്ചാൽ structural similarity illa, but they are doing the same function, storage function. Homology indicates common ancestry, correct? Flippers of penguins and dolphins are analogous organs. അതായത് അവരുടെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്, ബട്ട് ദേ ആർ ഡൂയിങ് സെയിം ഫംഗ്ഷൻ. ഓക്കെ, ഫ്ലിപ്പേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് അനലോഗസ് സ്ട്രക്ചേഴ്സ് ആർ എ റിസൾട്ട് ഓഫ് കൺവേർജന്റ് എവല്യൂഷൻ. ശരിയാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ മിസ്, ഭക്ഷണം കഴിച്ചോ? ഹാവ് ഇറ്റ്? യെസ്. Thank you Rohit, thank you to, you are great. അടുത്ത ചോദ്യം, list 1 and list 2 match the following. Physalia, Limulus, Ancylostoma, Pinctada, pearl oyster, Portuguese man of war, living fossil and hookworm. Actually animal kingdomത്തിലുള്ള എല്ലാ എക്സാമ്പിൾസിൻ്റെയും കോഡ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോയിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് കണ്ട് റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് മാച്ച് ചെയ്യൂ. പെട്ടെന്ന് മാച്ച് ചെയ്യൂ. ഡു ഇറ്റ് ഫാസ്റ്റ്. പെട്ടെന്ന് മാച്ച് ചെയ്യണേ. ഡു ഇറ്റ് ഫാസ്റ്റ്. ബി. ഓക്കെ, ഫൈസാലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, ലിവിംഗ് ഫോസിൽ, ആൻസൈലോസ്റ്റോമ, ഹൂക്ക്വർം, പിങ്ക്റ്റഡ, പേൾ ഓയിസ്റ്റർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. വെരി ഗുഡ്. ഡി പറഞ്ഞിട്ടുണ്ടല്ലോ രോഹിത്, ഇറ്റ്സ് റോങ്. പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട് രോഹിത്. ഇറ്റ്സ് ലിറ്റിൽ റോങ്. രോഹിത്തിന് ഏത് ഓപ്ഷനാണ് തെറ്റിപ്പോയത്? സി ആൻഡ് ഡി, ആൻസൈലോസ്റ്റോമ ആൻഡ് പിങ്ക്റ്റഡ ഒന്ന് ഇന്റർചേഞ്ച് ആയിട്ടുണ്ട് രോഹിത്. ലേൺ ഇറ്റ്. ഓക്കെ, അടുത്തത്. Which enzyme is responsible for the conversion of inactive fibrinogens to fibrin? Inactive fibrinogen ഫൈബ്രിൻ ആക്കുന്ന എൻസൈം ഏതാണ്? അതായത് ഫൈബ്രിനോജൻ എന്ന് പറയുമ്പോൾ സോളിബിൾ ആണ്,
ഇൻസോളിബിൾ ആയിട്ടുള്ളത് ഫൈബ്രിൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന എൻസൈം ഏതാ? റെനിൻ, എപ്പിനെഫ്രിൻ, ത്രോംബോകൈനേസ് ആൻഡ് ത്രോംബിൻ. വിച്ച് വൺ? Okay, Rohit, fine. So which is the right answer? Who did the answer for Suraj? Muniba, Krishna, Brilli, Rukesh. Okay, so thrombin ആണ് direct question. Very good. PYQ ആണ്. അടുത്ത ചോദ്യം. Receptors for sperm binding in mammals are present on. അതായത് സ്പേം ബൈൻഡ് ചെയ്യാനുള്ള റിസപ്റ്റർ എഗിന്റെ ഏത് പാർട്ടിലാണ്? വിട്രൈൻ മെംബ്രെയിൻ, പെരിവിട്രൈൻ സ്പേസ്, സോണ പെലൂസിഡ, കൊറോണ റേഡിയേറ്റ. ഇതിലെവിടെയാണ് റിസപ്റ്റേഴ്സ് ഫോർ സ്പേം ബൈൻഡിങ് ഇൻ മാമൽസ്? അതായത് ഓവം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏത് മെംബ്രെയിനിലാണ് സ്പേമിന് പോയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള സ്പേമിന് പോയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള റിസപ്റ്റർ ഇരിക്കുന്നത്? ഓപ്ഷൻ സി, വിച്ച് ഇസ് ദാറ്റ്? യെസ്, വെരി ഗുഡ്. സോണ പെലൂസിഡ. അഗൈൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്, വിച്ച് ഇസ് ദ ഓൺലി എൻസൈം ദാറ്റ് ഹാസ് കാപ്പബിലിറ്റി ടു കാറ്റലൈസ് ഇനീഷ്യേഷൻ, ഇലോങ്കേഷൻ ആൻഡ് ടെർമിനേഷൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോക്യാരിയോട്സ്? ഓക്കെ, ഇതിൽ ഏത് എൻസൈമാണ് ഇനീഷ്യേഷൻ, ഇലോങ്കേഷൻ ആൻഡ് ടെർമിനേഷൻ ട്രാൻസ്ക്രിപ്ഷനിൽ ചെയ്യുന്നത്? ഇൻ കേസ് ഓഫ് പ്രോക്യാരിയോട്സ് ഓൺലി എൻസൈം DNA ഡിപെൻഡന്റ് RNA polymerase, DNA ligase, DNase, DNA dependent DNA polymerase. Which is the answer? Which is the answer? Which is the answer? A. Yes, RNA polymerase ആണ്. RNA polymerase സിഗ്മ ഫാക്ടർ വന്നിട്ടുണ്ടെങ്കിൽ ഇനീഷ്യേഷൻ, റോ ഫാക്ടർ വന്നിട്ടുണ്ടെങ്കിൽ ടെർമിനേഷൻ. വെരി ഗുഡ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹോർമോൺ റിലീസിംഗ് IUD? LNG-20, കോപ്പർ 7, മൾട്ടിലോഡ് 375, കോപ്പർ T. ഇതിലേതാണ് ഹോർമോൺ റിലീസിംഗ് IUDയുടെ എക്സാമ്പിൾ? ഹോർമോൺ റിലീസിംഗ് IUD എക്സാമ്പിൾ. ഹോർമോൺ റിലീസിംഗ്, യെസ്, LNG-20. അനദർ വൺ പ്രൊജസ്റ്റാസർ. ഇത് മൂന്നും എന്താ? കോപ്പർ റിലീസിംഗിന്റെ എക്സാമ്പിൾ ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് RNAs is not required for the synthesis of protein? ഓക്കെ, ഇതിലേതാണ് പ്രോട്ടീൻ സിന്തസിസിൽ ആവശ്യമില്ലാത്തത്, ട്രാൻസ്ലേഷനിൽ ആവശ്യമില്ലാത്തത്? tRNA, rRNA, siRNA, mRNA. Yes, C. Yes, C ആണ് റൈറ്റ് ആൻസർ. tRNA അമിനോ ആസിഡ്സിനെ കൊണ്ടുവരും, rRNA റൈബോസോംസിൽ ഉണ്ട്, mRNA മെസ്സഞ്ചർ RNA, അവരാണ് കോഡോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വെരി ഗുഡ്. Which of the following statement wrongly represents the nature of smooth muscle? ഈ പറഞ്ഞിരിക്കുന്നതിൽ സ്മൂത്ത് മസിലിന്റെ ഫീച്ചർ റോങ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? ദേ ആർ ഇൻവോളണ്ടറി മസിൽ. സ്മൂത്ത് മസിൽ ആണ് സ്മൂത്ത് മസിൽ, ഇൻവോളണ്ടറി ആണ്. കമ്മ്യൂണിക്കേഷൻ among the cells is performed by intercalated disc. These muscles are present in the wall of blood vessels. These muscles have no striations. Okay, ഇതിലെ റോങ് റെപ്രസെന്റേഷൻ ഏതാണ്? റോങ് റെപ്രസെന്റേഷൻ ഓപ്ഷൻ ബി പറയുന്നുണ്ട്. സൂരജ്, ബ്രില്ലി, മുനീബ്, കൃഷ്ണ, പരമിഥ. ആൻസർ ഇസ് ബി, റൈറ്റ്. അതായത് ഇത് ഏതിന്റെ കേസിലാണ്? കാർഡിയാക് മസിൽസിന്റെ കേസിലാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക് ഉള്ളത് അല്ലേ? അപ്പോൾ ഇൻവോളണ്ടറി ആണ്, ബ്ലഡ് വെസലിന്റെ വോളിൽ കാണാം, അതേപോലെ സ്ട്രയേഷൻസ് ഒന്നുമില്ല സ്മൂത്ത് മസിലിന്റെ കേസിൽ. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ദ ഫാമിലി മസ്കിഡേ? മസ്കാ, ഡൊമസ്റ്റിക്ക, മസ്കിഡേ. ഈ ഒരു ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്ന ആരാണ്? ഗ്രാസ് ഹോപ്പർ, കോക്രോച്ച്, ഹൗസ് ഫ്ലൈ ആൻഡ് ഫയർ ഫ്ലൈ. മാം, ഇൻ ട്രാൻസ്ലേഷൻ ദ ചെയിൻ മൂവ്സ് ഓർ റൈബോസോം സബ് യൂണിറ്റ്സ്? ബാലാജി, ഹായ് ഹായ് ഹായ്. ഓക്കെ, ഓക്കെ, do it fast, do it fast. Do it fast. Yes, the right answer is very simple. Option C, housefly, that is
മസ്ക ഡൊമസ്റ്റിക്ക. ഓക്കെ, അടുത്ത ചോദ്യം വായിക്കൂ. മാത്സ് ഫോളോയിങ് ആണ്. ഫിലാരിയാസിസ്, അമീബിയാസിസ്, ന്യൂമോണിയ, റിംഗ്വർം, ഇപ്പുറത്ത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ട്രൈക്കോഫൈറ്റൻ, ബ്യൂച്ചറേറിയ ബാൻക്രോഫ്റ്റി ആൻഡ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. വേഗം മാച്ച് ചെയ്യൂ, വേഗം മാച്ച് ചെയ്യൂ, വേഗം മാച്ച് ചെയ്യൂ കേട്ടോ. ഡു ഇറ്റ് ഫാസ്റ്റ്. വേഗം വേഗം. ഓപ്ഷൻ എലിമിനേഷൻ ട്രൈ ചെയ്യണം. ഓപ്ഷൻ എലിമിനേഷൻ. വേഗം മാച്ച് ചെയ്യൂ, വേഗം മാച്ച് ചെയ്യൂ, വേഗം മാച്ച് ചെയ്യൂ. ഓപ്ഷൻ എയും സിയും വരുന്നുണ്ടോ? സുഹ എ. എന്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? യെസ്, ഹൂ ഡിഡ് ആൻസർ ഫസ്റ്റ്? രോഹിത്താണോ ഫസ്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്? ബാലാജി. ഓക്കെ, അതായത് ഫിലാരിയാസിസ്, ഫ്യൂച്ചറേറിയ ബാൻക്രോഫ്റ്റി, എലിഫന്റിയ അതല്ലേ. ഇനി അമീബിയാസിസ്, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, ദിസ് വൺ റിംഗ്വർം, ട്രൈക്കോഫൈറ്റൻ. ഓപ്ഷൻ എ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ കാണുന്നില്ല കേട്ടോ. അടുത്ത ചോദ്യം. വൈൽ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ന്യൂലി ഫൗണ്ട് ആനിമൽ, a researcher did a histology of adult animal and observed a cavity with the presence of mesodermal tissue towards the body wall, but no mesodermal tissue was observed towards the alimentary canal. What would be the possible coelom of that animal? Okay, ചില ഭാഗത്ത് mesodermal tissue കണ്ടു ഇങ്ങനെ ലൈക്ക് എന്ത് ചെയ്തപ്പോൾ ഹിസ്റ്റോളജി ചെക്ക് ചെയ്തപ്പോൾ, പക്ഷെ ചില ഭാഗത്ത് എന്താണ് mesodermal tissue കാണാൻ പറ്റില്ല. ഇത് അസീലോമേറ്റ് ആണോ, സ്യൂഡോസീലോമേറ്റ് ആണോ, ഷൈസോസീലോമേറ്റ് ആണോ, സ്പോഞ്ചോസീലോമേറ്റ് ആണോ? ഓക്കെ ഓക്കെ, സി ഇതാണോ ചോദിക്കുന്നത്? എ അല്ലേ? സി എല്ലാം മിസ് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. സുഹ മനസ്സിലായില്ല കേട്ടോ എന്താ പറഞ്ഞതെന്ന്. ഓക്കെ, സ്യൂഡോസീലോമേറ്റ് ആണല്ലേ, അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം മീസോഡേം ഇങ്ങനെ സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് കിടക്കുന്നു, സ്യൂഡോസീലോമേറ്റ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ മീസോഡോമൽ ടിഷ്യൂ കാണാൻ സാധിക്കുന്നത്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. കാർഡിയാക് ആക്ടിവിറ്റീസ് ഓഫ് ദ ഹാർട്ട് ആർ റെഗുലേറ്റഡ് ബൈ. ഓക്കെ, nodal tissue, a special neural center in the medulla oblongata, adrenal medullary hormones, adrenal cortical hormones. Okay, choose the correct answer from the options given below. വേഗം ചെയ്യൂ. അതായത് ഇതിൽ ആരൊക്കെയാണ് കാർഡിയാക് ആക്ടിവിറ്റീസ് ഓഫ് ദ ഹാർട്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത്? ആരൊക്കെയാണ് ഹാർട്ടിന്റെ കാർഡിയാക് ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്നത്? വേഗം. നോഡൽ ടിഷ്യൂ, special neural center in the medulla oblongata, adrenal medullary hormones, adrenal cortical hormones. 1. Yes, very good. അതായത് ഉറപ്പായിട്ടും നോഡൽ ടിഷ്യൂണ്ട് എസ്എനോടും എവിനോടും കാര്യങ്ങളെല്ലാം ന്യൂറൽ സെന്റർ ഇൻ ദ മെഡുല്ല ഒബ്ലുങ്കേറ്റ ആൻഡ് അഡ്രിനൽ മെഡുലറി ഹോർമോൺസ് ആണ്, കോർട്ടിക്കൽ ഹോർമോൺസ് അല്ല. ഓർത്തിരിക്കണം, മെഡുലറി ഹോർമോൺസ് ആണ്, നോട്ട് ദ കോർട്ടിക്കൽ ഹോർമോൺസ്. നെക്സ്റ്റ് വൺ, ദ പ്രോട്ടീൻ പോർഷൻ ഓഫ് ആൻ എൻസൈം ഇസ് കോൾഡ്. മനഃപൂർവ്വം ആഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ തവണയ്ക്ക് എത്ര തവണ ചോദ്യം ഇട്ടാലും തെറ്റിക്കുന്ന ചോദ്യമായിരുന്നു. സോ ദ പ്രോട്ടീൻ പോർഷൻ ഓഫ് ആൻ എൻസൈം, എൻസൈമിന്റെ പ്രോട്ടീൻ പോർഷന് പറയുന്ന പേര് കോഫാക്ടർ, കോ എൻസൈം, അപ്പോ എൻസൈം, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഓക്കെ, വിച്ച് ഇസ് എ പ്രോട്ടീൻ പാർട്ട്. നമ്മൾ ഒരു എൻസൈം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫുൾ ആയിട്ടുള്ള ഒരു എൻസൈമിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഫുൾ എൻസൈമിൽ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ ഹോളോ എൻസൈം എന്ന് പറയുന്നത്. അതിൽ പ്രോട്ടീൻ പാർട്ട് ഏതാണ്, നോൺ പ്രോട്ടീൻ പാർട്ട് ഏതാണ്? യെസ്, പ്രോട്ടീൻ പാർട്ടിന് നമ്മൾ അപ്പോ എൻസൈം എന്ന് പറയും. ഇനി മാറില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യമേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺസ് released from the pituitary is actually synthesized in the hypothalamus endocrine system? അതിൽ ഹൈപ്പോതലാമസ് സിന്തസൈസ് ചെയ്യുന്ന പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. LH, ADH, FSH, ACTH. ഇതിൽ ആരെയാണ്
Hypothalamus produce ചെയ്യുന്നു, but it is secreted by pituitary. Okay. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി. യെസ്, antidiuretic hormone which is also known as vasopressin. കൂടെ ഒരാളും കൂടി ഉണ്ട്, that is oxytocin. Fine. അപ്പോൾ അടുത്ത ചോദ്യം, in frog the renal portal system is a special venous connection that acts to link. Renal portal system ആരെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നു? ലിവർ ആൻഡ് ഇൻറ്റസ്റ്റൈൻ, ലിവർ ആൻഡ് കിഡ്നി, കിഡ്നി ആൻഡ് ഇൻറ്റസ്റ്റൈൻ, കിഡ്നി ആൻഡ് ലോവർ പാർട്ട് ഓഫ് ബോഡി. വേഗം മാച്ച് ചെയ്യൂ, വേഗം മാച്ച് ചെയ്യൂ. ഡു ഇറ്റ് ഫാസ്റ്റ്, മേക്ക് ഇറ്റ് ഫാസ്റ്റ്, മേക്ക് ഇറ്റ് ഫാസ്റ്റ്, മേക്ക് ഇറ്റ് ഫാസ്റ്റ്, ക്യുക്ക്. ഡി, ബ്രില്ലി. ബ്രില്ലി എന്ന് തന്നെയാണോ പേര്? ബ്രില്ലി, അണ്ണ. യെസ്, കിഡ്നിയും ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയും തമ്മിലുള്ള പോർട്ടൽ സിസ്റ്റമാണ് റീനൽ പോർട്ടൽ സിസ്റ്റം. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ഉണ്ട്, ഇൻറ്റസ്റ്റൈനും ലിവറുമാണ്. ഓക്കെ, അടുത്തത് അഗെയിൻ മാത്സ് ഫോളോയിങ്. സയൻറ്റിസ്റ്റിൻ്റെ പേര് വെച്ചിട്ടാണ് ഫ്ലമിംഗ്, റോബർട്ട് ബ്രൗൺ, ജോർജ് പാലേറ്റ്, കാമിലോ ഗോൾഗി. ഡിസ്ക് ഷേപ്പ് സാക്സോ സിസ്റ്റേർണി നിയർ സെൽ ന്യൂക്ലിയസ്, ക്രോമാറ്റിൻ, റൈബോസോം, ന്യൂക്ലിയസ്. മാച്ച് ചെയ്തോളൂ, മാച്ച് ചെയ്തോളൂ, വേഗം മാച്ച് ചെയ്യൂ, വേഗം മാച്ച് ചെയ്യൂ. ഡു ഇറ്റ് ഫാസ്റ്റ് മക്കളെ, ഡു ഇറ്റ് ഫാസ്റ്റ്, വേഗം വേഗം. ടൈം മാനേജ്മെന്റ്, ആക്യുറസി, സ്പീഡ്. ഓക്കെ, സൂരജ്, ബ്രില്ലി, ബാലാജി, അന്ന, ഫെനിക്സ്, കെസിയ. കെസിയനെയൊക്കെ കണ്ടിട്ട് കുറേ ആയെന്ന് തോന്നുന്നു. കെസിയൊക്കെ പണ്ട് സ്ഥിരം വരാറുണ്ടായിരുന്നു, ഇപ്പം ഇടയ്ക്കേ വരാറുള്ളൂ. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ എ. യെസ്, ഫ്ലമിംഗ്, ക്രോമാറ്റിൻ, റോബർട്ട് ബ്രൗൺ, ന്യൂക്ലിയസ്, ജോർജ് പാലേറ്റ്, റൈബോസോം, ഗോൾജി. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻ പ്രോകാരിയോട്സ് RNA polymerase is capable of catalyzing the process of elongation during transcription. Statement 2. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം തന്നെ വായിക്കുമ്പോഴേ കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വായിക്കണം കേട്ടോ. അത് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് സമയം പോകുന്നറിയാം. സോ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈമിൽ തന്നെ വായിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് രണ്ടാമത് വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് വായിക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2. അപ്പം ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ മൈൻഡിൽ അത് കറക്റ്റ് ആണോ തെറ്റാണോ എന്നൊരു ഇത് അവിടെ ഉണ്ടായിരിക്കട്ടെ. ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ് 2. RNA polymerase associate transiently with rho factor to initiate transcription. Okay, അപ്പോൾ എന്താ ആൻസർ കൊടുക്കാം? ആൻസർ ഓൾറെഡി ഒരാൾ പറഞ്ഞു കഴിഞ്ഞു. ഹു ഇസ് ദാറ്റ്? മുനീബ. മുനീബ ആൻസർ പറഞ്ഞു. സൂരജ്, ബ്രില്ലി. യെസ്, സ്റ്റേറ്റ്മെന്റ് 1 ആണ് കറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ഇവിടെ റോ ഫാക്ടർ വരുമ്പോഴത്തേക്കും എന്താണ്? ഇനീഷ്യേഷൻ അല്ല ടെർമിനേഷൻ വരിക. സോ ദിസ് ഇസ് റോങ് ആൻഡ് റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം അഗെയിൻ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻ യൂക്യാരിയോട്ട് ആണ്, there are 3 RNA polymerases in the nucleus in addition to the RNA polymerase found in the organelles. Okay, ഓർഗനൽസിൽ കാണുന്നതിന് പുറമെ ന്യൂക്ലിയസിൽ 3 RNA polymerase ഉണ്ട് യൂക്യാരിയോട്സിൽ. അടുത്തത്, all the 3 RNA polymerase in eukaryote nucleus have different roles. അവർക്ക് 3 പേർക്കും ഡിഫറെൻ്റ് റോൾ ആണ്. RNA polymerase 1, RNA polymerase 2, RNA polymerase 3. ഓരോരുത്തരും tRNA, rRNA, mRNA, 5S rRNA എന്നൊക്കെ പറഞ്ഞ് ഓരോ RNA സിന്തസൈസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആൻസർ ഏതാ വരിക? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നിട്ട് റൈറ്റ് ആൻസർ തരൂ. Give me the right answer. Right answer. Yes, option C. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആരാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹായ് തന്നെ? അൺനോൺ. ഹായ്, ഹു ഇസ് ദിസ് അൺനോൺ? അടുത്ത ചോദ്യം, അൺനോണിന്റെ പേരെന്താണ്? സി കറക്റ്റ് ആണ്. അടുത്ത ചോദ്യമേ, ligase is a class of enzyme responsible for catalyzing the linking together of 2 compounds. Okay, which of the following bond is not catalyzed by it? ligase എന്താ ചെയ്യുന്നത്? 2 കോമ്പൗണ്ട്സിനെ പരസ്പരം ലിങ്ക് ചെയ്യുന്നു. ഇതിൽ ഏത് ബോണ്ടാണ് ലിഗേസ് കാറ്റലൈസ് ചെയ്യാത്തത്? CCPO-COCN. ഓക്കെ, ഇതിൽ ലിഗേസ് കാറ്റലൈസ് ചെയ്യാത്ത ബോണ്ട് ഏതാണ്? താങ്ക് യു അജയ്, താങ്ക് യു. ഓക്കെ,
യെസ്, ബിയും എയും ഒക്കെ വരുന്നുണ്ടല്ലോ. വൈ? ബിയും എയും ഒക്കെ ആൻസർ വരുന്നുണ്ട്. ഹരിപ്രസാദ്, പാവാജി, അജയ്, കൃഷ്ണ. ഓക്കെ, യെസ്, ആൻസർ ഇസ് ഓപ്ഷൻ എ. കറക്റ്റ് ആണ്. സി സി ബോണ്ടാണ്, രണ്ട് കാർബൺസിന്റെ ഇടയിലുള്ള ബോണ്ടാണ് നമ്മുടെ ലിഗേസിന് എന്ത് ചെയ്യാൻ പറ്റാത്തത്, കാറ്റലൈസ് ചെയ്യാൻ പറ്റാത്തത്, ലിങ്കിങ്ങിന് വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, യെസ് അൺനോൺ യുവർ നെയിം പ്ലീസ്. അടുത്ത ചോദ്യം, എൻസൈംസ് ദാറ്റ് കാറ്റലൈസ് ദ റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് ഫ്രം സബ്സ്ട്രേറ്റ്സ് ബൈ മെക്കാനിസം അതർ ദാൻ ഹൈഡ്രോലൈസിസ് ലീവിംഗ് ഡബിൾ ബോണ്ട് ആർ നോൺ ആസ്. എൻസൈം കാറ്റലൈസ് ചെയ്യുന്നു, ഗ്രൂപ്പ് റിമൂവൽ ആണ് ചെയ്യുന്നത്, പക്ഷേ ഹൈഡ്രോലൈസിസ് ഒഴികെയുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ ഡബിൾ ബോണ്ട് അവിടെ ലാസ്റ്റ് ഫോം ചെയ്യും. എൻസൈം ഏതാണ്? ട്രാൻസ്ഫറേസ്, ഓക്സിഡോ റിഡക്ടേസ്, ഡീഹൈഡ്രോജനേസ് ആൻഡ് ലയേസ്. ഏതാണ് ആൻസർ? വേഗം ഇതിന്റെ ആൻസർ ആണോ എ പറഞ്ഞിരിക്കുന്നത്? ഗ്രൂപ്പ് ട്രാൻസ്ഫർ ആണോ ചെയ്യുന്നത്? റിമൂവൽ ഓഫ് ഗ്രൂപ്പ് ചെയ്യുന്നു, പക്ഷെ ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ റിയാക്ഷൻ അവിടെ ഡബിൾ ബോൺസ് ലീവ് ചെയ്യുന്നു. യെസ്, ഡി റൈറ്റ്. ലയേസ് ആണ് ആൻസർ എന്ന് പറയുന്നത്. മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്, എൻസൈംസിന്റെ ക്ലാസിഫിക്കേഷൻ നിർബന്ധമായിട്ടും പഠിച്ചോളൂ കേട്ടോ. അടുത്ത ചോദ്യം, മാത്സ് ഫോളോയിങ്. List 1, list 2. Malignant tumors, MALT, NACO, alpha interferon, destroy tumors, AIDS, metastasis and lymphoid tissue. Make a match you. Do it fast. Do it fast. Do it fast. വേഗം ചെയ്യൂ. എ നോക്കട്ടെ. മാലിഗ്നന്റ് ട്യൂമർ, മെറ്റാസ്റ്റാസിസ് പ്രോപ്പർട്ടി ഉണ്ട്. മ്യൂക്കോസൈറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ആണ്. എയ്ഡ്സിന്റെ ഓർഗനൈസേഷൻ ആണ്. ആൽഫ ഇന്റർഫെറോൺ ട്യൂമേഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. വെരി ഗുഡ്. ഓക്കെ, റിയൽ നെയിം ആണ് ഞാൻ ചോദിച്ചത്, അൺനോൺ. വാട്ട്സ് യുവർ റിയൽ നെയിം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാത്സ് ഫോളോയിങ്. അഗെയിൻ മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ. ട്രാൻസൽ, synaptic knob, bipolar neurons, multipolar neurons, neurotransmitter, cerebral cortex, myelin sheath and retina. Match you. Match. Match it. Match. Zoology, Pawachi, Brilli. Okay. Answer is option A. ശരിയാണ്. ഷ്വാൻസെൽ മൈലിൻ ഷീത്തിലാണ് കാണാൻ പറ്റുക. സൈനാപ്റ്റിക് നോബ് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നു. ബൈപോളാർ ന്യൂറോൺസ് റെറ്റിന, മൾട്ടിപോളാർ ന്യൂറോൺസ് സെറിബ്രൽ കോർട്ടെക്സ്. റൈറ്റ്. അടുത്ത ചോദ്യം, സ്റ്റേറ്റ്മെന്റ്, 2 സ്റ്റേറ്റ്മെന്റ്സ്. ഇതിൽ അപ്രോപ്രിയേറ്റ് ആൻസർ സെലക്ട് ചെയ്യുക. 2 സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം കേട്ടോ. കോൺസെൻട്രേറ്റഡ് യൂറിൻ ഇസ് ഫോം ഡ്യൂ ടു കൗണ്ടർ കറന്റ് മെക്കാനിസം ഇൻ നെഫ്രോൺ. ഓക്കെ, കൗണ്ടർ കറന്റ് മെക്കാനിസം ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് ഇൻ ദ മെഡുലറി ഇന്റർസ്റ്റീഷ്യം. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്തി. ഹരിപ്രസാദ്, രണ്ടും വായിച്ചു നോക്കൂ. പെട്ടെന്ന് ആൻസർ ചെയ്യണേ, പെട്ടെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. സി, ഹു ഇസ് ദാറ്റ്? സൂരജ്, പാവാജി, സിന്ധു, മനോജ്, പാർവതി. ഓക്കെ, സി. ബ്രില്ലി, സി ആണോ? ഞാൻ നോക്കട്ടെ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. നോക്കട്ടെ. കോൺസെൻട്രേറ്റഡ് യൂറിൻ ഫോംഡ് ഡ്യൂ ടു കൗണ്ടർ കറന്റ് മെക്കാനിസം. ഓഫ് കോഴ്സ് കൗണ്ടർ കറന്റ് മെക്കാനിസത്തിൽ ഓസ്മോട്ടിക് റേറ്റ് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. 300 ലാസ്റ്റ് മെഡുലറി ഇൻഡസ്ട്രീഷ്യം വരുമ്പോഴത്തേക്കും 1200 ഒക്കെ ആവുന്നുണ്ട് അല്ലേ. അടുത്ത ചോദ്യം, മാത്സ് ഫോളോയിങ് അഗെയിൻ. പാർച്ചുറേഷൻ, പ്ലാസിൻഡ, കൊളോസ്ട്രം, ഫിംബ്രിയെ. ഇപ്പോഴത്തെ സെവറൽ ആന്റിബോഡീസ് ഫോർ ന്യൂ ബോൺ ബേബീസ്, കളക്ഷൻ ഓഫ് ഓവം ആഫ്റ്റർ ഓവുലേഷൻ, ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്, സെക്രീഷൻ ഓഫ് ദ ഹോർമോൺ HCG. ഓക്കെ, മാച്ച് യു ഫാസ്റ്റ്. ഈസി ക്വസ്റ്റ്യൻസ് ആണ് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് മാച്ച് ചെയ്യടാ.
പെട്ടെന്ന് മാച്ച് ചെയ്യൂ. ഞാൻ ആ ഒരു മാച്ച് ഫോളോയിങ് ടെക്നിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരും നമ്മളുടെ പ്രീവിയസ് സ്റ്റുഡൻസ് തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ ആ ടെക്നിക്ക് ഓരോ ക്വസ്റ്റിലും വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നില്ല കേട്ടോ മാത്രം കേട്ടോ. മൈ നെയിം ഇസ് ലൈഫ് ലോങ് അച്ചീവ്മെൻറ്റ്. ഓക്കെ ഓക്കെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേര് മാറ്റിക്കൊണ്ടിരിക്കൂല്ലേ? ലൈഫ് ലോങ് അച്ചീവ്മെൻറ്റിനെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റും. റൈറ്റ്. എ നോക്കട്ടെ, നിങ്ങൾ എ പറയുന്നു. പാർച്ചുറേഷൻ, യെസ്. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. പ്ലാസെൻഡ HCG റിലീസ് ചെയ്യുന്നു. കൊളോസ്ട്രം ന്യൂ ബോൺ ബേബീസിൻ്റെ മിൽക്കാണ് IgA ഉള്ളത്. ഫിംബ്രിയെ ഓവുലേഷന് സമയത്ത് ക്യാപ്ചർ ചെയ്യുന്നു, ഓവം റിലീസ് ചെയ്യുമ്പോൾ സെക്കൻഡറി ഊസൈഡ് സ്റ്റേജിൽ. അടുത്തത് മാച്ച് ഫോളോയിങ് അഗെയിൻ. ബീറ്റ ലിംഫോസൈറ്റ്, സോറി ബീറ്റ അല്ല, ബി ലിംഫോസൈറ്റ്, interferons, T lymphocytes and colostrum. ഇപ്പുറത്തെ passive immunity, cell mediated immunity, produce an army of proteins in response to pathogens, innate immunity. Okay. Do it fast. Do it fastly. സി നോക്കട്ടെ. നോക്കാം. അപ്പം ബി ലിംഫോസൈറ്റ്സ് എന്താ ചെയ്യുന്നത്? ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ആൻ ആർമി ഓഫ് പ്രോട്ടീൻ ഇൻ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയാം? ആൻറ്റിബോഡി അല്ലേ. ഇനി അടുത്തത് ഇന്റർഫെറോൺ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ടി ലിംഫോസൈറ്റ് ആണ്. TC ആൻഡ് TH സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. കൊളസ്ട്രം പാസീവ് ഇമ്മ്യൂണിറ്റി, അതായത് ഡയറക്റ്റ്ലി മിൽക്കിൽ കൂടെ ഡയറക്റ്റ് ആയിട്ട് ഇമ്മ്യൂണിറ്റി അങ്ങ് കിട്ടുകയാണ്, പാസീവായിട്ട് കിട്ടുന്നു. Okay, unequivocal proof that DNA is a genetic material was first proposed by Alfred Hershey and Martha Chase, Avery, McLeod and McCarthy, Wilkins and Franklin, Frederick Griffith. Unequivocal proof. Yes, next this here. ആരാണ് പ്രൂഫ് തന്നത്? DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രൂഫ് തന്നത് ആരാണ്? നോ ഡൗട്ട്. യെസ്, അൺനോൺ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ ആ ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. യെസ്, നോ ഡൗട്ട് ഇറ്റ് ഇസ് ഹെർഷി ആൻഡ് ചേസ്. റൈറ്റ്. അടുത്ത ചോദ്യം. വാട്ട് ഇസ് ദ റോൾ ഓഫ് RNA polymerase 3 in the process of transcription in eukaryotes? Transcription of tRNA, 5' RNA and snRNA. ഇത് പഠിക്കണേ. Transcription of precursor of mRNA, transcription of only snRNAs, transcription of rRNAs, 28S, 18S and 5.S. Okay. Unknown. ഞാൻ നെക്സ്റ്റ് മാത്സ് ഫോളോയിങ് വരുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, വെയിറ്റ്. അടുത്തത് വരട്ടെടാ. എ യെസ്, tRNA, 5' RNA and snRNA ആണ്. RNA polymerase 3. RNA polymerase 2 ആണ്. mRNA വരുന്നത്. RNA polymerase 1 ആണ്. rRNA വരുന്നത്. ബേസിക് ആയിട്ട് അതൊക്കെ നിങ്ങൾ നോക്കി വെച്ച് പഠിച്ചോളണേ. അടുത്ത ചോദ്യം. റേഡിയൽ സിമെട്രി ഇസ് നോട്ട് ഫൗണ്ട് ഇൻ അഡൾട്ട്സ് ഓഫ് ദ ഫൈലം. അഡൾട്ട് എവിടെയാണ് ഇത് കാണാത്തത്? ഹെമികോഡേറ്റ, സീലൻഡ്രേറ്റ, എഖിനോഡോമേറ്റ, ടീനോഫോറ. എവിടെയാണ് നമുക്ക് റേഡിയൽ സിമെട്രി കാണാൻ പറ്റാത്തത്? ആരുടെ അഡൾട്ടിലാണ്? Come on. CUA വരുന്നുണ്ടോ? How it happened? നോക്ക്, ഹെമികോഡേറ്റ എന്ന് പറയുമ്പോൾ ആ ഓർഗാനിസംസ് ഇങ്ങനെയാണല്ലോ ഇരിക്കുക. ഇവിടെ റേഡിയൽ സിമെട്രി വരത്തില്ല. സീലൻഡ്രേറ്റ, അതായത് നമ്മളുടെ ഹൈഡ്ര ആൻഡ് പോളിപ്പ് ഫോം ആണെങ്കിലും മെഡൂസ ഫോം ആണെങ്കിലും, പോളിപ്പ് ഫോം ആണെങ്കിലും മെഡൂസ ഫോം ആണെങ്കിലും. ഒറ്റ സെക്കൻഡ്, രണ്ടിടത്തും എന്താണ് നമുക്ക് കാണാൻ പറ്റുക? ദി സിമെട്രി ഈസ്, ഓ മൈ ഗാഡ്, ഒറ്റ സെക്കൻഡ് പൊട്ടിച്ചാലിപ്പോയി. ഓക്കെ, സീലൻഡ്രേറ്റയിൽ പോളിപ്പ് ഫോം ആണെങ്കിലും മെഡൂസ ഫോം ആണെങ്കിലും, അതായത് മെഡൂസ ഫോം ആണെങ്കിൽ അംബ്രല ഷേപ്ഡ് ആയിരിക്കും, പോളിപ്പ് ഫോം ആണെങ്കിൽ ഈ രീതിയിലായിരിക്കും അല്ലേ. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, രണ്ടിടത്തും എന്താണ്? റേഡിയൽ സിമെട്രിയാണ്. എക്കൈനോഡോമേറ്റയും അതേപോലെ തന്നെ സ്റ്റാർഫിഷ്, അഡൾട്ടിൻ്റെ കേസിൽ റേഡിയലാണ്. ടീനോഫോറയും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. കോംപ്, സി വാൾനട്ട്സ് അല്ലേ. ഓക്കെ, യെസ്. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാ വരാം? ഓപ്ഷൻ
എ ആണ് റൈറ്റ് ആൻസർ വരിക, ഹെമികോഡേറ്റ. ബാക്കി എല്ലാവരും റേഡിയൽ സിമെട്രി കാണിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ആൻസർ എ ആണ് കേട്ടോ. സി പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയോ, അതുലൊക്കെ സി ആണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഭവത് ഹരിണിയോ എന്താന്ന് നിങ്ങൾ ഒരുമിച്ചിട്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following statements are correct regarding female reproductive cycle? Okay. In non-primate mammals, cyclical changes during reproduction are called the estrous cycle. First menstrual cycle begins at puberty and is called menopause. Lack of menstruation may be indicative of pregnancy. Cyclic menstruation extends between menarche and menopause. Okay. Adelo, unknown, yes. See, നോക്കട്ടെ. Which of the following are correct ആണ്? In non-primates, cyclical changes estrous cycle എന്നാണ് പറയുക, right? Okay, first menstrual cycle begins at puberty and is called menopause. അത് ലാസ്റ്റ് ആണ്. ആദ്യത്തിന് menarche എന്നാണ് പറയുക. Lack of menstruation may be indicative of pregnancy. ടെക്സ്റ്റിൽ അതേ സെന്റൻസ് ആണ്. Cyclic menstruation extends between menarche and menopause. Okay, അതും ശരി. So the right answer is option C. Very good. അടുത്ത ചോദ്യം. എടാ ഇതിപ്പോൾ നിങ്ങൾ യൂട്യൂബ് ലൈവ് ആണ്, ഇതിപ്പോൾ തെറ്റിയാലും കുഴപ്പമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ഫ്രീ മൈൻഡിലായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നല്ലപോലെ ശ്രദ്ധിച്ച് ഈ ചോദ്യങ്ങളിലെല്ലാം ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഞാൻ പറയുന്ന കാര്യം. നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആണ്. ഇതിപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെയാണ്, യൂട്യൂബ് ലൈവ് അല്ലേ, ഇത് തെറ്റിയാലും ഇല്ലെങ്കിലും പ്രശ്നമില്ലല്ലോ. അപ്പം നിങ്ങൾ ഭയങ്കര കൂളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ എല്ലാം വായിച്ച് കറക്റ്റ് ആൻസർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അറിയാം, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ ചെയ്യുന്നുണ്ട്. NTA നടത്തിയ PYQs ആണ്, വേറെ ഈസി ക്വസ്റ്റ്യൻസ് എടുത്തൊന്നുമല്ല. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ ടഫായിരുന്നു എക്സാം എന്ന് പറയുന്ന വർഷങ്ങളിൽ പോലും NTA നടത്തിയ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത്രയും സിമ്പിൾ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ബയോളജിയുടെ കേസിൽ. ഓക്കെ, ഞാൻ ബയോളജിയുടെ കേസ് മാത്രമേ പറയുന്നുള്ളൂ, അതാ പറയുന്നത്. അപ്പം ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് ഇനിയും കിട്ടാൻ പോകുന്നത്. ഓക്കെ, പക്ഷേ എന്താണ് എക്സാം ഹാളിൽ എത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നതും ഒരു തെറ്റിപ്പോകുന്നതും? ബിക്കോസ് ഓഫ് ദ ടെൻഷൻ. നിങ്ങൾ അവിടെ ക്യാരി ചെയ്യുന്ന, ഹോൾഡ് ചെയ്യുന്ന സ്ട്രെസ് മുഴുവൻ കാരണമാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് സ്ട്രെസ് ഒഴിവാക്കണം, സ്ട്രെസ് ഒഴിവാക്കണം, സ്ട്രെസ് ഒഴിവാക്കണം, സ്ട്രെസ് ഒഴിവാക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്തോളാം, മാനേജ് ചെയ്തോളാം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ വായിച്ചോളൂ. അസേർഷൻ റീസൺ ആണ്. അസേർഷൻ: നെഫ്രോൺസ് ആർ ഓഫ് ടു ടൈപ്സ്, cortical nephron and juxtamedullary, based on the relative position in cortex and medulla. Okay. Okay, അടുത്ത reason. Juxtamedullary nephrons have short loop of Henle, whereas cortical nephrons have longer loop of Henle. So in the light of above statements, choose the correct answer from the options given below. Answer ചെയ്തോളൂ. ഏഞ്ചലിനെയൊക്കെ കുറേ ആയിട്ടോ കണ്ടിട്ട്, ഏഞ്ചലിനെ ഇപ്പം ഈ വഴിക്ക് കാണാനില്ല. ഓക്കെ, ഹിലാൽ, you have arrived. B. നോക്കട്ടെ, A is true and R is false എന്നല്ലേ നിങ്ങൾ പറയുന്നത്? Let me check. Teacher, please do open a okay SSB batch. നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കുക, നെഫ്രോൺസ് ആർ ഓഫ് ടു ടൈപ്സ്, കോർട്ടിക്കൽ നെഫ്രോൺ ആൻഡ് ജെക്സ്റ്റാമെഡുലറി. ട്രൂ ആണ്. അപ്പോൾ ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺ എന്ന് പറഞ്ഞാൽ ഹെൻലീസ് ലൂപ്പ് വലുതായിരിക്കും, മെഡുലയിലേക്ക് ഇറങ്ങിയിട്ട് നിൽക്കുന്നുണ്ടാവും. കോർട്ടിക്കൽ എന്ന് പറയുമ്പോൾ പേര് പറയുന്നത് തന്നെ കോർട്ടെക്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ റീസൺ എന്താ? റോങ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഫൈൻ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. അഗെയിൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. അസേർഷൻ: endometrium is necessary for implantation of blastocyst. In the absence of fertilization, the corpus luteum degenerates that cause disintegration of endometrium. Okay. Statements രണ്ടും കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നത് നോക്കണം. പിന്നെ ഇടയ്ക്കൊന്ന് ഏഞ്ചൽ ഓക്കെ സെൽഫ് സ്റ്റഡി ആയിരുന്നു. ഇറ്റ്സ് ഓക്കെ.
സെൽഫ് സ്റ്റഡി സെൽഫ് സ്റ്റഡി തന്നെയാണ്. നമ്മളിപ്പോൾ ക്ലാസ് കേട്ടാലും ലെക്ചേഴ്സ് കേട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ സ്റ്റഡി സെൽഫ് സ്റ്റഡി തന്നെയാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുക. അതിന് മാക്സിമം എവിടെ നിന്നാന്ന് വെച്ചാൽ സോഴ്സുകൾ കണ്ടെത്തിക്കോളാം കേട്ടോ. ഞാൻ ഒന്നും പറഞ്ഞല്ല. ഇറ്റ്സ് ഓക്കെ ഏഞ്ചൽ. ഓക്കെ, എയും ഡിയും വരുന്നുണ്ടല്ലോ, നോക്കട്ടെ. അതായത് രണ്ടും ശരിയാണെന്ന് മനസ്സിലായി. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് അറിയില്ല. സോ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഡൗട്ടുള്ള ആളുകൾ ഇവിടെ ശ്രദ്ധിച്ചോളാം. അസേർഷൻ റീസണും സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നത് എങ്ങനെയാ നോക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, എൻഡോമെട്രിയം ഇസ് നെസസറി ഫോർ ഇംപ്ലാന്റേഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. അതിൽ തർക്കമൊന്നുമില്ലല്ലോ, ദാറ്റ്സ് ട്രൂ. ഓക്കെ, റീസൺ നോക്കിക്കോ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ദാറ്റ് കോസ്ഡ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് എൻഡോമെട്രിയം. ഓക്കെ, അതായത് ഫെർട്ടിലൈസേഷൻ നടന്നില്ല, കോർപ്പസ് ലൂട്ടിയം പതുക്കെ ഡീജനറേറ്റ് ചെയ്യും, അതോടെ എൻഡോമെട്രിയം എന്താണ് ഡിസിൻറ്റഗ്രേഷൻ നടക്കും. എന്ന് വെച്ചാൽ പ്രൊജസ്ട്രോണിന്റെ അളവിനി കുറഞ്ഞുകൊണ്ടിരിക്കും. പ്രൊജസ്ട്രോൺ അത്ര കിട്ടത്തില്ല അല്ലേ? ശരിയാണ്. ഇനി കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നത് എങ്ങനെ നമുക്ക് നോക്കാം. യെസ്, മാത്സ് ഫോളോയിങ് വരട്ടെ അണ്ണോ, ഞാൻ മറന്നിട്ടില്ല. മാത്സ് ഫോളോയിങ് വരുമ്പോൾ ഞാൻ ഷുവർ ആയിട്ടും ചെയ്യും. ഓക്കെ, ഇനി മാത്സ് ഫോളോയിങ് വരും, ഡോണ്ട് വറി. നമ്മുടെ കയ്യിൽ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ നോക്കുക. ഇത് രണ്ടും ശരിയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾ റീസൺ വായിച്ചിട്ട് അതുകൊണ്ട് ആ അസേർഷനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇങ്ങനെ നോക്കാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ദ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്സ് ദാറ്റ് കോസ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ എൻഡോമെട്രിയം. അതുകൊണ്ട് എൻഡോമെട്രിയം ഇസ് നെസസറി ഫോർ ഇംപ്ലാന്റേഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്നത് നമുക്ക് പറയാൻ പറ്റുമോ? മനസ്സിലായോ? അതായത് കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്തു, കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻഡോമെട്രിയം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അതിന് എവിടെയെങ്കിലും അർത്ഥമുണ്ടോ എൻഡോമെട്രിയം ഇംപ്ലാന്റേഷന് വേണ്ടി നെസസറി ആണ്? നമ്മൾ ഇംപ്ലാന്റേഷൻ ആയിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, അപ്പം അടുത്ത ചോദ്യം. മാത്സ് ദ ഫോളോയിങ്. ഓക്കെ, അൺനോൺ. മാത്സ് ദ ഫോളോയിങ്. ടീച്ചർ വൺ ഷോട്ട് ലൈവ് ഇട്ടില്ലല്ലോ +2 സുവോളജി ചാപ്റ്റേഴ്സ്. വിഷമിക്കല്ലേടാ, നമ്മൾ ഇടും. ഡോൺ വറി ഋഷിദേവ്. ഞാൻ 3 ദിവസമായിട്ട് ഈ ചാനലിൽ ഉണ്ട്, അറിഞ്ഞിരുന്നോ താങ്കൾ? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ 3 ദിവസമായിട്ട് ഇവിടെയാണ്. പിന്നെ ഇങ്ങനെയാണ് ഞാൻ അവിടെ പോയിട്ട് വീണ്ടും സുവോളജി എടുക്കുക? ഒരാളല്ലേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീക്കിൽ വരും. ഓക്കെ, സുവോളജിയും ബോട്ടണിയും ഒക്കെ വരും. +2 സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഞാൻ എടുക്കും. അതേപോലെ ഹ്യൂമൻ റീപ്രൊഡക്ഷനും ഞാൻ എടുക്കും. ഡോൺ വെറി, മോസ്റ്റ്ലി നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ആൻഡ് എന്താന്ന് വെച്ചാൽ നമ്മൾ +2 ചാപ്റ്റേഴ്സ് സ്റ്റാർട്ടിങ് തൊട്ട് പഠിക്കുമ്പോൾ ഒരു +2ൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് ആ കോൺസെപ്റ്റ് പഠിക്കുകയാണല്ലോ. വൺ ഷോട്ട് ആണെങ്കിൽ പോലും നമ്മൾ ഓരോന്നിനും കോഡൊക്കെ വെച്ച് ഒരിക്കലും മറക്കാത്ത രീതിയിൽ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കിക്കൊണ്ട് അതെങ്ങനെ ഓർത്തിരിക്കാം എന്നതും കൂടെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അതുകൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നോട്ടെ. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിനോട് പറയുക. ആൻഡ് നല്ല രീതിയിൽ എല്ലാവർക്കും പഠിക്കാനുള്ളൊരു വേദിയായിരിക്കും. ഓക്കെ, അപ്പം മാത്സ് ഫോളോയിങ് ചെയ്തോളൂ. ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അപ്പം നമ്മുടെ അൺനോൺ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മാത്സ് ഫോളോയിങ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമുക്ക് ഏറ്റവും അറിയാവുന്ന ഇത് 4 നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് കാർട്ടിലേജിനസ് ജോയിന്റ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കാർട്ടിലേജിനസ് ജോയിന്റ്, flat skull bone between adjacent vertebrae and vertebral column, between carpal and metacarpal, between humerus and pectoral girdle. ഇങ്ങനെ നോക്കുക. അപ്പോൾ കാർട്ടിലേജിനസ് ജോയിന്റ് ഏതാണ്? 2 ആണ് എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ആ ഒരെണ്ണം വെച്ചിട്ട് ഇതിൽ എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പം ഇത് 2 ആണ്. ഇത് 2 ഒഴിവാക്കി. ഇനി എനിക്ക് ആകെ 2 ഓപ്ഷനെ നോക്കേണ്ടതുള്ളൂ, ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് ജസ്റ്റ് റാൻഡം ആയിട്ട് സി എടുക്കുന്നേ. ഫൈബ്രസ് ജോയിന്റ് എടുക്കുന്നു ബിറ്റ്വീൻ ഫ്ലാറ്റ് സ്കൾ ബോൺസ്. ഓക്കെ, ഫൈബ്രസ് ജോയിന്റ്. അപ്പം ഞാൻ ആ സി മാച്ച് ചെയ്യുന്നു. C1 വരുന്ന ഒരെണ്ണവേ ഉള്ളൂ. അപ്പം തന്നെ എനിക്ക് എന്ത് മനസ്സിലായി? ഇതല്ല കറക്റ്റ് എന്ന് മനസ്സിലായി. അപ്പോൾ ഓൺ ദി സ്പോട്ട് ഞാനിത് മാർക്ക് ചെയ്തു. ജസ്റ്റ് ബിയും ഡിയും കൺഫേം ചെയ്യാം. B4 ബോൾ ആൻഡ് സോക്കറ്റ് ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ. D3 സാഡിൽ ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റകാർപ്പൽ ഓഫ് തമ്പ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ അതോടെ നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റി. ഓക്കെ, സുവോളജി ബൾബ് അത് ആണ് അതുകൊണ്ട്. ഓക്കെ ഋഷിദേ, വെൽക്കം ട്ടോ. ഓക്കെ, നമ്മൾ ഇതിലും സെറ്റ് ആയിട്ട് ഇപ്പം നമ്മൾ നീറ്റ് ആണല്ലോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നീറ്റ് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്
നമ്മൾ ഇച്ചിരൂടെ മീൻസ് ഇവർ ഓൾറെഡി പഠിച്ച സ്റ്റുഡൻസ് ആണ്. അപ്പം നമുക്ക് തിയറി പെട്ടെന്ന് പഠിച്ചിട്ട് വേഗം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ട് അത്ര നമ്മൾ കോഡും കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്ത് ബാക്കി വേഗം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാണ് നീറ്റിൻ്റെ കേസിൽ ചെയ്തത്. പക്ഷെ നമ്മൾ ബോർഡ്സിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്നതല്ല, കുറച്ചുകൂടെ ട്രിക്കും ടിപ്പും കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് അത് ഓർത്തിരിക്കാനുള്ള ഷോർട്ട് കട്ടും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. ഓക്കെ, സോ ഇറ്റ് വിൽ ബി എ നൈസ് എക്സ്പീരിയൻസ്. ഓക്കെ, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. താങ്ക് യു സുഹ, താങ്ക് യു സോ മച്ച്. മൈ ഹാർട്ട് ഇസ് ഗെറ്റിംഗ് ഫിൽഡ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തത് 2 സ്റ്റേറ്റ്മെൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കിക്കേ. 2 സ്റ്റേറ്റ്മെന്റ്സ് നോക്കണേ. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. കറക്റ്റ് ആൻസർ നോക്കാം. വാസ് ഡിഫറൻസ് റിസീവ്സ് എ ഡക്ട് ഫ്രം സെമിനൽ വെസിക്കിൾ ആൻഡ് ഓപ്പൺസ് ഇൻ ടു യുറീത്ര ആസ് ദ ഇജാക്കുലേറ്ററി ഡക്ട്. എന്താ പറയുന്നത്? വാസ് ഡിഫറൻസ് ആക്സസറി ഡക്ട് ആണ്. അത് ഗ്ലാൻഡ് ആയിട്ടുള്ള സെമിനൽ വെസിക്കിളുമായിട്ട് ജോയിൻ ചെയ്ത് ഒരു കോമൺ ഇജാക്കുലേറ്ററി ഡക്ട് ആയിട്ട് യുറീത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു എന്ന് പറയുന്നു. Statement 2. The cavity of the cervix is called cervical canal, which along with the vagina forms with the birth canal. Cervix plus vagina ഒരുമിച്ച് ചേർന്ന് birth canal ആയിട്ട് മാറുന്നു എന്ന് പറയുന്നു. ക്ലിയർ? ഓക്കെ. ഓക്കെ സുഹാ, യു ആർ ഫ്രം എർത്ത്, ഫ്രം ബയോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ആൻസർ? അൺനോൺ. മുൻപത്തെ ചോദ്യത്തിൽ മാത്സ് ഫോളോയിങ് ട്രിക്ക് പറഞ്ഞു. ആ സമയത്ത് കറക്റ്റ് ടൈമിൽ നീ ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് സമയത്ത് ആള് മുങ്ങി. ഓക്കെ, വെയിറ്റ് ഫോർ നെക്സ്റ്റ് മാത്സ് ഫോളോയിങ്. അടുത്ത മാത്സ് ഫോളോയിങ് ഉടനെ വരും. ഓക്കെ, യെസ്, 2 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. സിമ്പിൾ, ഡയറക്റ്റ് ഫ്രം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഓക്കെ, മനസ്സിലായില്ല സിജു? ശ്രദ്ധിച്ചോ, ഇത്രയേ ഉള്ളൂ. അതായത് ശ്രദ്ധിച്ചോട്ടോ, ഇവിടെ ശ്രദ്ധിച്ചോ. ഞാൻ ആ കമൻറ്റും കൂടെ ഒന്ന് വായിക്കട്ടെ. ഐ ആം ന്യൂ ടു ദി ചാനൽ. താങ്ക് യു പാർവതി. അപ്പം എന്താണ് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം മെയിൽസിന്റെ കേസിൽ 2 ടെസ്റ്റസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ടെസ്റ്റസിന്റെ ഉള്ളിൽ റെട്ടി ടെസ്റ്റസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡൈമസ് ആൻഡ് വാസ് ഡിഫറൻസ്. മുകളിലേക്ക് വാസ് ഡിഫറൻസ് പോകും അല്ലേ? അപ്പൊ ഈ വാസ് ഡിഫറൻസിൽ കൂടെ എന്താ, സ്പേം ആണ് കടന്നു പോകുന്നത്. അപ്പൊ ആ വാസ് ഡിഫറൻസിൽ കൂടെ സ്പേം കടന്നു പോകുമ്പോഴായിരിക്കും നമ്മളുടെ സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഗ്ലാൻഡ്, മെയിൽസിന്റെ കേസിലുള്ള സെമിനൽ വെസിക്കിളിന്റെ ഗ്ലാൻഡ് എന്ത് ചെയ്യും? ഇത് വാസ് ഡിഫറൻസ് എന്നുള്ള സ്പേം ആണ്. അതിലേക്ക് ഇവരുടെ സെക്രീഷൻ എന്ന് വെച്ചാൽ സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻ അതിലേക്ക് വരും. എന്നിട്ട് എന്താ സംഭവിക്കുക? അവർ രണ്ടുപേരും ജോയിൻ ചെയ്ത് കമ്പൈൻ ചെയ്ത് ഒരൊറ്റ കോമൺ ഇജാക്കുലേറ്ററി ഡക്ട് എന്ന് പറയുന്ന ഡക്ട് ആയിട്ട് മാറിയിട്ട് അതാണ് യുറീത്ര വഴി പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഒന്നുമില്ല, ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് വാസ് ഡിഫറൻസ് വഴി വരുന്ന സ്പേമും സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷനും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരൊറ്റ ഡക്റ്റിലേക്ക് മാറും. ആ ഡക്റ്റിനെ നമ്മൾ കോമൺ ഇജാക്കുലേറ്ററി ഡക്ട് എന്ന് പറയും. അതാണ് യുറീത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ക്ലിയർ? യുറീത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. യുറീത്ര എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? യുറീത്ര ആക്ച്വലി നമ്മളുടെ കിഡ്നിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യുറീത്രയിലേക്ക് അവർ ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത് എന്താ പറയുന്നത്? നമ്മളുടെ സെർവിക്സ്, ഫീമെയിൽസിന്റെ കേസിലുള്ള സെർവിക്കൽ കനാലും വെജൈനയും കൂടെ ഒരുമിച്ചാണ് ബർത്ത് കനാൽ. അതിൽ കൂടിയാണ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അതാണ് പറയുന്നത്. 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. യെസ്, റിച്ച് ഇൻ ഫ്രക്ടോസ്, കാൽഷ്യം ആൻഡ് സർട്ടൻ എൻസൈംസ്. ഓക്കെ, അത് എല്ലാവരുടെയും കൂടെ സെക്രീഷനാണ്. സെമിനൽ വെസിക്കിളിന്റെയും ബൾബോ യൂറിത്രൽ കൗപ്പേഴ്സ് ഗ്ലാൻഡിന്റെയും പ്രോസ്റ്റേറ്റിന്റെയും എല്ലാവരുടെയും കൂടെ സെക്രീഷൻ. സെമിനൽ പ്ലാസ്മയുടെ കമ്പോസിഷൻ ആണ് ഫ്രക്ടോസ്, കാൽഷ്യം ആൻഡ് സർട്ടൻ എൻസൈംസ്. ഫൈൻ. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷനും റീസണും വായിക്കുക. സംതിങ് ഹാപ്പൻഡ്. അസേർഷൻ: amniocentesis for sex determination is one of the strategies of reproductive and child health care program. RCHന്റെ വൺ ഓഫ് ദി സ്ട്രാറ്റജി ആണ് അമ്നിയോസെന്റസിസ് നടത്തിക്കൊണ്ട് സെക്സ് ഓഫ് ദ ചൈൽഡ് ഡിറ്റർമൈൻ ചെയ്യുക, ഫീറ്റസിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത്. റീസൺ: ban on amniocentesis checks increasing menace of female feticide. അമ്നിയോസെന്റസിസ് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ ഫീറ്റിസൈഡ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അസേർഷൻ ആൻഡ് റീസൺ ആണ്. നോക്കുക. സി പാർവതി, why you said it is D? പാർവതി D എന്ന് പറയുന്നത് രണ്ടും ട്രൂ ആണോ പാർവതി?
സെന്റൻസ് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കിക്കേ. നോക്ക്, അമ്നിയോസെന്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ RCHന്റെ ഒരു ലക്ഷ്യമാണോ? RCH പ്രൊമോട്ട് ചെയ്യോ സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി അമ്നിയോസെന്റസിസ്? നോ, സെക്സ് ഡിറ്റർമിനേഷൻ നടത്താൻ പാടില്ല. സെക്സ് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പെൺകുഞ്ഞുങ്ങളെ കൊല്ലും, ഫീമെയിൽ ഫീറ്റസൈഡ് നടക്കും. അമ്നിയോസെന്റസിസ് RCHന് കുഴപ്പമില്ല, പക്ഷേ അമ്നിയോസെന്റസിസ് വഴി സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ശരിയല്ല. ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ക്രോമസോമൽ അനാലിസിസിന് വേണ്ടിയിട്ട് അമ്നിയോസെന്റസിസ് നടത്തുന്നതിന് പ്രശ്നമില്ല. ഓക്കെ, സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ് ആൻഡ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ക്ലിയർ? പഠിക്കാൻ തോന്നാതെ മൈൻഡ് ഔട്ട് ആവുന്ന സമയത്ത് ട്രാക്കിലോട്ട് തിരിച്ചു വരാൻ എന്തെങ്കിലും ഐഡിയ? ഓക്കെ, മാത്സ് ഫോളോയിങ് വന്നു. അൺനോൺ ഇവിടെ ഇരുന്നോ കേട്ടോ, ഇവിടെ ഇരുന്നോ മാത്സ് ഫോളോയിങ്. അപ്പം അൺനോണിന് വേണ്ടിയുള്ള കുറച്ച് നിമിഷങ്ങളാണ്, അൺനോണിന് വേണ്ടിയുള്ള കുറച്ച് നിമിഷങ്ങളാണ്. വെയിറ്റ്, വെയിറ്റ് 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 ഒറ്റ സെക്കൻഡ് മക്കളെ, ഒറ്റ സെക്കൻഡ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഡോർ ആരോ ലോക്ക് ചെയ്തൊരു സൗണ്ട് കേട്ടു. ഞാൻ പുറത്തു പോയി നോക്കിയപ്പം ആരെയും കാണാനില്ല. വാട്ട് ഇസ് ദാറ്റ്? പ്രേതമെങ്ങാനും ആണോടാ? സെക്കൻഡ് ടൈം ഒരു സൗണ്ട് ഞാൻ കേട്ടു. വല്ല ഗോസ്റ്റും ആണോ? ആരോ മുട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. മുകളിലത്തെ ഫ്ലോർ എന്നാന്ന് തോന്നുന്നു. ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ്. മുകളിൽ സെക്കൻഡും തേർഡൊക്കെ ഫ്ലോർ ഉണ്ട്. അവിടെ നിന്നെങ്ങാനാന്ന് തോന്നുന്നു. ഓക്കെ, ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം പോലെ ലീക്ക് ഇല്ല, ഇനി ലീക്കാവൊന്നുമില്ല. ഡോണ്ട് വറി. യാ, പ്രേതമാണോ എന്നൊരു സംശയം. ഓക്കെ. അപ്പം അൺനോണിൻ്റെ അടുത്ത് മൈൻഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം. എൻ്റെ മൈൻഡ് ഇപ്പോൾ ഒന്ന് ഔട്ടായി. 2 തവണ ഒരു മുട്ടൽ കേട്ടപ്പോൾ എൻ്റെ മൈൻഡ് ഒന്ന് ഔട്ടായി. ഓക്കെ, യെസ് നസീം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. മൈൻഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല, എൻ്റെ മൈൻഡ് ഔട്ടാണ്, ഞാനിപ്പോൾ പഠിക്കുന്നില്ല, ട്രാക്കിലല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളുടെ ഗോൾ എന്താണ് എന്നൊന്ന് ആലോചിച്ചാൽ മതി. ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ, നമുക്ക് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ആവാം. ആ സമയം റിലാക്സ് ആവുന്ന സമയം റിലാക്സ് ആയിക്കോളൂ, നോ പ്രോബ്ലം. അതിനുശേഷം നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, അതാണ് മെയിൻ കാര്യം. നീറ്റ് കിട്ടാതെ ഭ്രാന്തായ എന്തെങ്കിലും ഇതിൻ്റെ ആസ്മായി മിസ് ബാക്കി പ്രേതം. ഓക്കെ, അല്ല ഡോർ നോക്ക് ചെയ്തതാ ബംഗളൂരു പ്രേതം. ലോക മൂവിയാണോ ഉദ്ദേശിച്ചത്? കല്യാണി പ്രിയദർശൻ, ലോകയിലെ കല്യാണി പ്രിയദർശനാണോ? Rohit, is that Kalyani Priyadarshana of Loga movie? Okay, yes, okay, maths following നോക്കാം. അതിൻ്റെ ബാക്കിൽ ആരൊക്കെ വരുന്ന ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെയുള്ള നിങ്ങൾക്കിത് കാണാൻ പറ്റില്ല, താഴെയുള്ള വയറൊക്കെ ആടുന്നു. ഓക്കെ, അപ്പം മാസ്റ്റർ സെൽ, ഇന്നർ സർഫസ് ഓഫ് ബ്രോങ്കിയോൾ, ബ്ലഡ്, ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ. ഓക്കെ, എന്നെ മിക്കവാറും ഈ ലൈവ് പ്രേതം പിടിക്കും കേട്ടോ. ഓക്കെ, ഞാൻ എവിടുന്നൊക്കെയോ തട്ടലും മുട്ടലും കേൾക്കുന്നുണ്ട്. യെസ്, നോക്കിക്കോളൂ. അപ്പം ഇത് മാച്ച് ചെയ്തോളൂ. മാസ്റ്റർ സെൽ ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പം A2 ഉള്ള ഓപ്ഷൻസ് നോക്കാം. 2 ഓപ്ഷൻ ആണുള്ളത്. അപ്പം തന്നെ നമ്മൾ ഇത് രണ്ടും ഒഴിവാക്കി. ഇനി ഇന്നർ സർഫസ് ഓഫ് ബ്രോങ്കിയോളിന്റെ ഇന്നർ സർഫസിൽ ഏത് രീതിയിലുള്ള ടിഷ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക? ഏത് രീതിയിലുള്ള ടിഷ്യൂ ആണ് ഇന്നർ സർഫസ് ഓഫ് ബ്രോങ്കിയോൾ എന്ന് പറയുമ്പോഴത്തേക്കും ദ ആൻസർ ഇസ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. കാരണം ബ്രോങ്കിയോൾസിന്റെ ഉള്ളിൽ സീലിയേറ്റഡ് ആയിരിക്കണം. അതിൻ്റെ ഉള്ളിലുള്ള മൂവ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിക പടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. സോ B1 നമ്മൾ ചെയ്തു. അപ്പോഴത്തേക്കും നമുക്ക് റൈറ്റ് ആൻസർ കിട്ടി. ഇതിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത് അൺനോൺ ടൈം മാനേജ്മെന്റ്. 2 എണ്ണം ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കറക്റ്റ് ആൻസർ കിട്ടി. ഇനിയിപ്പോൾ C4 ആൻഡ് D3 കൺഫേം ചെയ്താൽ മതി. ബ്ലഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, ലൂസ് ആണ്. ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺ ക്യൂബോയിഡൽ എപ്പിത്തീലിയം വെച്ചിട്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. ഓക്കെ, അടുത്ത ചോദ്യം.
പാവാജി, യു ഓൾസോ ഹേർഡ് ദാറ്റ് നോക്ക് നോക്ക് സൗണ്ട്. നിങ്ങളും കേട്ടൂലേ നോക്ക് നോക്ക് സൗണ്ട്? അപ്പൊ നോക്കിയിരുന്നോ എന്നെ ലൈവായിട്ട് യൂട്യൂബ് ലൈവായിട്ട് പ്രേതം പിടിക്കുന്നുണ്ടോ നോക്കിയിരുന്നോ കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യുണീക് മമേലിയൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ. ഓക്കെ, മാമൽസിന് മാത്രമുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഓക്കെ, എനിക്ക് സംശയമുണ്ട് നീയാണോ മാത്സ് ഫോളോയിങ് വരുമ്പോഴാണ് ആ ഡും ഡും സൗണ്ട് ഞാൻ കേൾക്കുന്നത്. ഡൗട്ട് ഉണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, ലൈവ് ആണ് എന്നതാണ് എൻ്റെ ഒരു ആശ്വാസം. ഓക്കെ, നോക്കിക്കോ. യുണീക് മമേലിയൻ ക്യാരക്ടറിസ്റ്റിക്സ്: ഹെയർ, സ്പിൻ ആൻഡ് മാമറി ഗ്ലാൻസ്. ഹെയർ, സ്പിൻ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. പിന്നെ മോണോകൊണ്ടൈലിക് സ്കൾ ആൻഡ് മാമറി ഗ്ലാൻസ്. ഹെയർ, ടിംപാനിക് മെംബ്രെയിൻ ആൻഡ് മാമറി ഗ്ലാൻഡ്. ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ടല്ലോ. യെസ്, ഹെയർ രോമങ്ങൾ മാമൽസിന് മാത്രമുള്ളതാണ്. പിന്നെ ചെവി എക്സ്റ്റേണൽ ഇയർ. മാമറി ഗ്ലാൻസ് ഓക്കെ മാമൽസിന് മാത്രമുള്ള പ്രോപ്പർട്ടിയാണ്. ഹെയർ, സ്പിൻ ആൻഡ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. മാമൽസിന് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്, ലാവയില്ല. പിന്നെ മോണോകൊണ്ടൈലിക് സ്കൾ ആൻഡ് മാമറി ഗ്ലാൻസ്. മോണോകൊണ്ടൈലിക് സ്കൾ തെറ്റാണ്. ഹെയർ, ടിംപാനിക് മെംബ്രെയിൻ. ടിംപാനോ ഒന്നും നമുക്കില്ല, തെറ്റ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ദ പാർട്സ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ദാറ്റ് helps in regulation of sexual behavior, expression of excitement, pleasure, rage, fear. ഇങ്ങനെയുള്ള ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ്റെ ഏത് പാർട്ടാണ്? കോർപ്പോറ, ക്വാഡ്രിജെമിന ആൻഡ് ഹിപ്പോക്യാമ്പസ്. ബ്രെയിൻ സ്റ്റെം ആൻഡ് എപ്പിതലാമസ്. കോർപ്പസ് കാലോസം ആൻഡ് തലാമസ്. ലിംബിക് സിസ്റ്റം ആൻഡ് ഹൈപ്പോതലാമസ്. ഓക്കെ, താങ്ക് യു ഡിയർ Bavadarini. How to read your name? I can't read that. Thank you, dear. Hi. എങ്ങനെ നമ്മുടെ +2 സ്റ്റുഡന്റ് അല്ലേ? യെസ്, റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ലിംബിക് സിസ്റ്റം ആൻഡ് ഹൈപ്പോതലാമസ്. ഒരുപാട് തവണ ഈ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ മാത്സ് ഫോളോയിങ്ങിലും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ലിംബിക് സിസ്റ്റം മാത്സ് ഫോളോയിങ്ങിലും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റും പല രീതിയിൽ വന്നിട്ടുണ്ട്. സോ ലിംബിക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് തൈറോയിഡ് ഹോർമോൺ? നമ്മളുടെ തൈറോയിഡ് ഹോർമോണിന്റെ കൺട്രോളിൽ അല്ലാത്ത ഫീച്ചേഴ്സ്. നോട്ട് അണ്ടർ ദ കൺട്രോൾ: മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, regulation of basal metabolic rate, normal rhythm of sleep-wake cycle, development of immune system, support the process of RBC's formation. Okay. Rohit, you are also 12th completed student. Very good. Okay, keep it up and crack your NEET examination by this exam itself. Okay, don't go for repeats. Bavadharini. Okay. Okay. Answer B. നോക്കട്ടെ. നോട്ട് അണ്ടർ ദ കൺട്രോൾ അല്ലേ? മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ഓക്കെ. ബേസൽ മെറ്റബോളിക് റേറ്റ്. ഓക്കെ, ഇത് അല്ല, ഇത് നമ്മുടെ പൈനിയൽ ഗ്ലാൻഡ് ആണ്. ഡെവലപ്മെന്റ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ഇതിൽ വരത്തില്ല. സപ്പോർട്ട് ദ പ്രോസസ് ഓഫ് RBC's formation. It's coming C and D. The right answer is option B. Okay, അടുത്ത ചോദ്യം, two statements, statement 1 and statement 2. In the light of above statement, choose the correct answer from the options given below. Okay. Statement 1. Mendel studied 7 pairs of contrasting traits in pea plants and proposed laws of inheritance. അടുത്തത്, 7 characters examined by Mendel in his experiment on pea plants were seed shape and color, flower color, pod shape and pod color, flower position and stem height. Yes, melanin ആണ്. Melatonin. Melatonin ട്ടോ. D. Both statement are correct ആണ്. അതായത് മെൻഡൽ 14 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എന്ന് വെച്ചാൽ 7 പെയേഴ്സ് അല്ലെങ്കിൽ 14 അപ്പം ക്യാരക്ടേഴ്സ് എഴുതണം, 14 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്. ഓക്കെ, അതിൽ ആ ട്രേറ്റ്സ് പറയുകയാണെങ്കിൽ സീഡ് കളർ ആൻഡ് സീഡ് ഷേപ്പ്, പോട്ട് കളർ ആൻഡ് പോട്ട് ഷേപ്പ്, ഫ്ലവർ കളർ, ഫ്ലവർ പൊസിഷൻ, അതേപോലെ സ്റ്റെം ഹൈറ്റ്. ഓക്കെ, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. യെസ്, അൺനോൺ, എക്സാക്ട്ലി. അടുത്ത ചോദ്യം, ഇഫ് എ ജെനറ്റിസിസ്റ്റ് uses the blind approach for sequencing the whole genome of an organism, ഒരു ഓർഗാനിസത്തിൻ്റെ കംപ്ലീറ്റ് ജീനോം, ഇപ്പം നമ്മളുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ
ഫുൾ ജീൻ നമ്മൾ സീക്വൻസ് ചെയ്യാണ്. ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഫുൾ ഇങ്ങനെ സീക്വൻസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഫോളോഡ് ബൈ അസൈൻമെന്റ് ഓഫ് ഫംഗ്ഷൻ ടു ഡിഫറെന്റ് സെഗ്മെന്റ്സ്, ദ മെത്തഡോളജി അഡോപ്റ്റഡ് ബൈ ഹിം ഈസ് കോൾഡ്. അങ്ങനെയാണെങ്കിൽ അവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തഡോളജി എന്താണ്? ജീൻ മാപ്പിംഗ്, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്, ബയോ ഇൻഫർമാറ്റിക്സ്, സീക്വൻസ് അനോട്ടേഷൻ. യെസ്, 7 കോൺട്രാസ്റ്റിംഗ് പെയർസ് അല്ലെങ്കിൽ 14. പെയർ എന്ന് പറയുമ്പോൾ 14 ആണല്ലോ. ഓക്കെ, ഇതിന്റെ ആൻസർ പറയടാ സുഹ. ഇതിന്റെ ആൻസർ പറയൂ. സിയ. എന്തുവാടേ നിങ്ങളിത് പഠിച്ചിട്ടില്ലേ? നോ, ബയോ ഇൻഫർമാറ്റിക്സ് അല്ല. ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബയോ ഇൻഫർമാറ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി. ബയോളജിയുടെ ഒരു ബ്രാഞ്ച് മാത്രമാണ്. അതിൽ ബയോളജിനെ കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ച്, ഓക്കെ ശ്രദ്ധിക്കണേ, കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ച്. ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുമ്പോൾ സംതിങ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ ടെക്നോളജിയും ബയോളജിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മളുടെ ജീനോം നിങ്ങൾ എടുക്കുക. നമുക്ക് 23 പെയേഴ്സ്, 23 ടൈപ്സ് ആണല്ലേ ഉള്ളത്. അപ്പം നമ്മുടെ കംപ്ലീറ്റ് ജീനോം ഒരൊറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നമ്മുടെ ഫുൾ ജീനോം, ഫുൾ DNA സീക്വൻസ്, അതായത് AATTGGCCATGC എങ്ങനെയാണോ നമ്മളുടെ സീക്വൻസ്, ആ സീക്വൻസ് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഫുൾ ജീനോമിന്റെ സീക്വൻസ് ചെയ്തെടുക്കുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ 2 മെത്തഡോളജി ഉണ്ട് സീക്വൻസിങ്ങിന്റെ. അപ്പോൾ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ സീക്വൻസ് ചെയ്തെടുക്കുന്ന മെത്തഡോളജി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പെർട്ടിക്കുലർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനെ മാത്രം സീക്വൻസ് ചെയ്തെടുക്കുന്ന മെത്തഡോളജി അല്ലേ? ആ 2 മെത്തഡോളജി ഒന്നെന്ന് പറയുന്നത് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗും ഒന്ന് സീക്വൻസ് അനോട്ടേഷനുമാണ്. അതിൽ ഫുൾ ജീനോമിനെ സീക്വൻസ് ചെയ്യുകയാണെങ്കിൽ ആ മെത്തഡോളജി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, സീക്വൻസ് അനോട്ടേഷൻ. അറിയത്തില്ലാത്തവർ ശ്രദ്ധിച്ചോ. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, സിംപ്ലി ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ നമ്മുടെ ഫുൾ DNA സീക്വൻസ് മനസ്സിലാക്കുക. സീക്വൻസിങ്, അതായത് AATTGC, ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഏത് രീതിയിലാണ് ഇതിന്റെ സീക്വൻസ് ഇരിക്കുന്നതെന്ന് ജീനുകളുടെ. അപ്പൊ അത് സീക്വൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ ഒരു മെത്തഡോളജി ഉണ്ടായിരുന്നത്. 2 മെത്തഡോളജി ഉപയോഗിച്ചാണ് ഈ സീക്വൻസിങ് ചെയ്തത്. അപ്പം അതിന്റെ മെത്തഡോളജി 2 ടൈപ്സ് ആയിരുന്നു. ഒന്ന് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗും അടുത്തത് സീക്വൻസ് അനോട്ടേഷനും. സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറയുമ്പോൾ ജീനിന്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെയുള്ള ഫുൾ സീക്വൻസ് ചെയ്തെടുക്കുക. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്, ആ പേര് ശ്രദ്ധിക്കണം, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് എന്ന് പറയുമ്പോൾ എക്സ്പ്രസ് ചെയ്യുന്ന ജീനിന്റെ റീജിയൻ മാത്രം പ്രോട്ടീൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന. അപ്പോൾ ഇത്രയും ജീൻ ആണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷൻ നടത്തുന്ന ഭാഗമായിരിക്കും. സോ ഇവിടുത്തെ മാത്രം സീക്വൻസ് ചെയ്തെടുക്കുന്നു, അത് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗാ. ഇപ്പുറത്തെ ഒരു ജീൻ വേറൊരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മാത്രം സീക്വൻസ് ചെയ്തെടുക്കുന്നത് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് ഉപയോഗിച്ച് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എക്സ്പ്രസ് ചെയ്യാത്ത റീജിയൻ ഉണ്ട്, എക്സ്പ്രസ് ചെയ്യുന്ന റീജിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് സീക്വൻസ് എക്സ്പ്രസ്ഡ് ആണോ നോൺ എക്സ്പ്രസ്ഡ് ആണോ എന്നൊന്നും ബോധർ ചെയ്യേണ്ട ഫുൾ സീക്വൻസ് ചെയ്തെടുക്കുന്ന മെത്തഡോളജിയാണ് സീക്വൻസ് അനോട്ടേഷൻ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ D ട്ടോ. ക്ലിയർ? ഓക്കെ, അൺനോൺ. Okay. It is known for you, unknown. Okay. BAC and YAC എന്താണ്? DNA finger printing topic. Okay, പറഞ്ഞുതരാം. Okay, clear ആയി. BAC yeast artificial chromosome, BAC bacterial artificial chromosome. അപ്പം വെക്ടേഴ്സ് ആണ്, ക്ലോണിങ് വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഈസ്റ്റ് ഹോസ്റ്റ് ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന വെക്ടർ YAC, ബാക്ടീരിയ ആണ് ഹോസ്റ്റ് എങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന വെക്ടർ ആണ് BAC. ഓക്കെ, ക്ലോണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെക്ടർ. ക്ലിയർ? സോ അടുത്ത ചോദ്യം. അണ്ടർ നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷൻ ഇൻ ഹ്യൂമൻ ബീങ്, every 100 ml of oxygenated blood can deliver dash ml of oxygen to the tissues. Direct question, very direct. Answer ഒക്കെ പറഞ്ഞു തുടങ്ങി എന്ന് തോന്നുന്നു. Start telling the answer. See, human relation first കുറേ സ്റ്റെപ്സ് ഇല്ലേ, മോഡലൈസേഷൻ അത് പഠിക്കണം, അത് അങ്ങനെ ഡയറക്റ്റ്. ഋഷിദേവ്,
ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ അത് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. അതായത് ഏറ്റവും ഫസ്റ്റ് ഗമീറ്റോജനസിസ്, അതിനുശേഷം ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, സൈഗോട്ട് ഫോർമേഷൻ, ക്ലീവേജ് എന്നൊക്കെ പറഞ്ഞാൽ അത് കറക്റ്റ് ഓർഡറിൽ ചോദിക്കണം. ക്യാൻ ഐ റിവൈസ് ഓൾ സിലബസ് ഇൻ ദീസ് ഡേയ്സ് മാം? ഓക്കെ, ഹൂ ഇസ് ദാറ്റ്? വാട്ട്സ് യുവർ നെയിം? സ്റ്റഡി ബോയ്. Study boy. I don't suggest you to revise all the syllabus. Like you can do quick revision, not the complete revision, like starting from the first sentence to the last sentence. Don't read like that. You can actually revise. It's okay. Like you can consider the next 5 days and half of the 5 days. That means until afternoon or after noon. Okay, like that. Or in between also it's okay. You can allot some particular hours for revision. And the rest time you should allot for doing mock test and question analysis. Okay, and you can provide, like that's up to your convenience, like 4 or 5 hours you can contribute for revision. Okay, like make a plan. You should plan like this. In the first day, 5 hours of first day I will be revising all chapters of biology. In the next day I will revise all chapters of chemistry, like that. But I suggest divide it. Few hours for biology revision, few hours for physics revision, few hours for chemistry revision every day. And actually you should revise the important things every day. I will be telling like that only. PSC means we take DNA as a vector mass, bacterial, artificial. What is the last is good for? Yes, Rohit. Okay, good. അപ്പം ഇതിൻ്റെ ആൻസർ എന്താ? ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറഞ്ഞിരുന്നോ? ഓക്കെ, 5 ml, റൈറ്റ്. അപ്പം റോഹിത്, ലൈക്ക് യു ഷുഡ് ഡു വൺ തിങ്. ഗോ ടു ബയോടെക്നോളജി റിവിഷൻ സെഷൻ. We have already done a revision series biotechnology chapter, so the process is actually described. The BAC, YAC and everything is actually described there, so you just visit that. Okay, clear? ഋഷിദേവ്, നീ എന്നെ കളിയാക്കിയതാണോ? അടുത്ത ചോദ്യം, ഋഷിദേവ് എന്നെ കളിയാക്കിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പം നാച്ചുറൽ സെലക്ഷൻ വേർ more individuals acquire specific character value other than the mean character value leads to directional selection, disruptive change, random change and stabilizing change. Okay, അതായത് മീൻ ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ അല്ല ഇവിടെ സെലക്റ്റഡ് ആയോ? ഞാൻ ഇത് വരച്ച് തെറ്റിപ്പോയി. സെൻട്രൽ ക്യാരക്ടർ അല്ല ഇവിടെ സെലക്റ്റഡ് ആവുന്നത്, ഒരു സ്പെസിഫിക് ക്യാരക്ടർ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇവിടെ സെലക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സെലക്ഷൻ ഏതാ? ഡയറക്ഷണൽ, ഡിസ്റപ്റ്റീവ്, റാൻഡം ആൻഡ് സ്റ്റെബിലൈസിങ്. Yes, very good. Okay. So answer is option A. So Rohit, you do one thing. Just watch the revision session of biotechnology. You can watch both biotechnology, the principles and process, and also the biotechnology and its application. Fine. Okay, it's already there in our channel. So just go through those portions where you have confusion. Okay. നമ്മൾ unknown അപ്ഡേറ്റ് എപ്പോൾ വന്നാലും ഉടനെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഡോണ്ട് വറി. അടുത്ത ചോദ്യം, ഇൻ ആൻ ഈക്കോളൈ സ്ട്രെയിൻ ഐ ജീൻ ഗെറ്റ്സ് മ്യൂട്ടേറ്റഡ്. ഐ എന്ന് വെച്ചാൽ റിപ്രസർ ജീനാണ്. ആൻഡ് ഇറ്റ്സ് പ്രൊഡക്റ്റ് കനോട്ട് ബൈൻഡ് ദ ഇൻഡ്യൂസർ മോളിക്യൂൾ. അതായത് റിപ്രസർ പ്രോട്ടീന് ഇൻഡ്യൂസറുമായിട്ട് ബൈൻഡിങ് നടത്താൻ പറ്റുന്നില്ല. ഇഫ് ഗ്രോത്ത് മീഡിയം ഇസ് പ്രൊവൈഡഡ് വിത്ത് ലാക്ടോസ്, വാട്ട് വിൽ ബി ദ ഔട്ട്കം? എന്തായിരിക്കും ഔട്ട്കം? നമുക്കൊരു 10-20 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാനുള്ളൂ. ബി ആണോ? നോക്കിക്കോ. ബി എന്ന് പറയുന്നു. എല്ലാവരും ബി ആണല്ലോ പറയുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? Miss, you are educated, miss, so you are very fluent. Okay, it's okay. ഋഷിദേവ്, ഞാൻ ചുമ്മാ ഫണ്ണിന് പറഞ്ഞതാ. I was kidding. It's okay. നോക്ക് മക്കളെ, നോക്കണേ. അപ്പം നമ്മളുടെ ജീൻസ് ഇങ്ങനെയാണല്ലേ? ഓക്കെ,
ZYA. ഓക്കെ, ഇതിനിവിടെ ഒരു പ്രൊമോട്ടർ റീജിയൻ ഉണ്ട്. അതുകൂടാണ്ട് ഞാൻ എല്ലാം വരയ്ക്കുന്നില്ല. ഇത് ഐജീൻ റിപ്രസറിന്റെ പ്രൊമോട്ടർ. ഓക്കെ, അപ്പൊ ആക്ച്വലി എന്താ സംഭവിക്കുക? ഇവരുടെ മീഡിയത്തിൽ ഗ്ലൂക്കോസ് ഉണ്ട്. ഗ്ലൂക്കോസ് ഉള്ളപ്പോൾ ഇവർക്ക് ലാക്ടോസ് ഉണ്ടെങ്കിലും ലാക്ടോസ് വേണ്ട. ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ലാക്ടോസ് കിട്ടിയാലും അവർക്ക് ലാക്ടോസ് ഇഷ്ടമില്ല. ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ മാത്രമേ ഇവർക്ക് ലാക്ടോസ് വേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് ഉള്ളപ്പോൾ നമ്മുടെ ലാക്കോപ്രോൺ ഓഫ് ആയിരിക്കും. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം. ഗ്ലൂക്കോസ് മീഡിയത്തിൽ ഉള്ളപ്പോൾ ലാക്ടോസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ലാക്ടോസ് വേണ്ട, ലാക്കോപ്രോൺ ഓഫ് ആയിരിക്കും. ആ സമയത്ത് എന്താ സംഭവിക്കുക? ഇവിടെ റിപ്രസർ ജീൻ എന്താ ഓപ്പറേറ്റർ റിപ്രസർ ജീൻ എന്താ റിപ്രസർ mRNA ഫോം ചെയ്യും. ഓക്കെ, ബൈ ട്രാൻസ്ക്രിപ്ഷൻ. അതിനുശേഷം ആ mRNA ബൈ ട്രാൻസ്ലേഷൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? റിപ്രസർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? RNA പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ഈ റിപ്രസർ പ്രോട്ടീൻ പോയിട്ട് ഇവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും. ആസ് എ റിസൾട്ട് നമ്മളുടെ പോളിമറൈസിന് ഈ പ്രൊമോട്ടറിൻ ഇതിൽ കൂടെ കടന്ന് ഈ പ്രൊമോട്ടറിന് ശേഷം ഓപ്പറേറ്റർ പോയിട്ട് ഇവിടെ ബൈൻഡ് ചെയ്ത് റിപ്രസന്റ് ആയിട്ടിരിക്കുന്നത് ZYA കൂടെ പോയിട്ട് അതിൻ്റെ RNA ZYA RNA ആൻഡ് ZYA പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ലാക്കോപ്രോൺ ഓഫ് ആണ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് തീർന്നു പോയി. ഗ്ലൂക്കോസ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ലാക്ടോസ് വരും. ലാക്ടോസ് വന്നിട്ടുണ്ടെങ്കിൽ ലാക്ടോസ് പോയിട്ട് ഇതിൻ്റെ മുകളിൽ ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്താവും? ഇനാക്റ്റീവ് ആവും. ഇനാക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഇതിന് ഇവിടെ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈസി ആയിട്ട് നമ്മളുടെ പോളിമറൈസ് ഇതിൽ കൂടെ പാസ് ചെയ്യും. സെഡും വൈയും എയും ട്രാൻസ്ക്രൈബ് ചെയ്ത് RNA പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ എന്താ? ഈക്കോളയിൽ ഐ ജീൻ ഗെറ്റ്സ് മ്യൂട്ടേറ്റഡ്. ഈ ജീൻ തന്നെ മ്യൂട്ടേറ്റഡ് ആയിപ്പോയി. ആൻഡ് ഇറ്റ്സ് പ്രൊഡക്റ്റ് കനോട്ട് ബൈൻഡ് ദ ഇൻഡ്യൂസർ മോളിക്യൂൾ. അതുകൊണ്ട് തന്നെ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നു? നോക്കിക്കേ, ഇവിടെ ലാക്ടോസ് ഉണ്ടോ ഇല്ലയോ, ഗ്ലൂക്കോസ് ഉണ്ടോ ഇല്ലയോ എന്നതൊന്നുമല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഈ റിപ്രസർ ജീൻ തന്നെ മ്യൂട്ടേറ്റഡാ. അപ്പൊ ഈ റിപ്രസർ mRNA ഉണ്ടാക്കാൻ പറ്റില്ല. mRNA ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പ്രോട്ടീനും ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ ഒരിക്കലും ഇത് ഉണ്ടാവുന്നില്ല എങ്കിൽ അവസ്ഥ എന്താണ്? ഒരിക്കലും ഇത് ഉണ്ടാകുന്നില്ല എന്നാണ് അവസ്ഥയെങ്കിൽ ഇവിടെ പോയിട്ട് റിപ്രസ് ചെയ്യാൻ ആരുമില്ല. സോ പ്രൊമോട്ടർ എപ്പോഴും ഈസി ആയിട്ട് ഇതിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ZYA എപ്പോഴും എന്താണ്? പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഓക്കെ, മനസ്സിലായോ? എപ്പോഴും അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് മ്യൂട്ടേറ്റഡ് ആണെങ്കിൽ ഇവിടെ റിപ്രഷൻ നടക്കില്ല. ഓൾവേസ് RNA പോളിമറേസ് ഇതിൽ കൂടെ പാസ് ചെയ്ത് ഇതിന്റെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടന്നുകൊണ്ടിരിക്കും. അതാ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മ്യൂട്ടേറ്റഡ് ആയി ആ പ്രൊഡക്റ്റിന് ഇൻഡ്യൂസറിൽ പോയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ഗ്രോത്ത് മീഡിയം ലാക്ടോസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഔട്ട്കം? ലാക്ടോസും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട, ZYA എപ്പോഴും എന്താണ്? ട്രാൻസ്ക്രൈബ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, ഇക്കോളജി യൂണിറ്റ് കംസ് അണ്ടർ ബോട്ടണി. നാളെ ഡിസ്കസ് ചെയ്യും. ഇറ്റ് ഇസ് കമ്മിങ് അണ്ടർ ബോട്ടണി. ഹരിപ്രസാദ് ചാറ്റിലുള്ള മെസ്സേജ് അല്ല, ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഋഷിദേവ് ബയോടെക്നോളജി ഒരു കാര്യം ചെയ്യൂ, റിവൈസ് ചെയ്യൂ കേട്ടോ. അതായത് നമ്മുടെ ഇതിൽ തന്നെ പോയി ഒന്ന് വാച്ച് ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത ചോദ്യം, ലിപ്പീസ് ലൂപ്പ് ഇസ് എ ടൈപ്പ് ഓഫ് കോൺട്രാസെപ്റ്റീവ് യൂസ്ഡ് ആസ് വോൾട്ട് ബാരിയർ, നോൺ മെഡിക്കേറ്റഡ് IUD, കോപ്പർ റിലീസിങ് IUD, സെർവിക്കൽ ബാരിയർ. ഓക്കെ ആയി. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കൂ. ലിപ്പീസ് ലൂപ്പ് ഇസ് എ ടൈപ്പ് ഓഫ് കോൺട്രാസെപ്റ്റീവ് യൂസ്ഡ് ആസ് വോൾട്ട് ബാരിയർ, നോൺ മെഡിക്കേറ്റഡ് IUD, കോപ്പർ റിലീസിങ് IUD ആൻഡ് സെർവിക്കൽ ബാരിയർ. B. Yes, non-medicated IUD. Okay. Lipase loop non-medicated IUD ആണ്. Okay, clear. Doubt ഒന്നുമില്ല. അടുത്ത ചോദ്യം, രണ്ട് സ്റ്റേറ്റ്മെന്റ് 1 and statement 2. Autoimmune disorder is a condition where body defense mechanism recognize its own cell as foreign bodies.
അടുത്തത് rheumatoid arthritis is a condition where body does not attack self cells. In the light of above statements, choose the most appropriate answer from the options given below. ഞാനാണോ പ്രേതം പോലെ നിൽക്കുന്നത്? ഇറ്റ്സ് ഓക്കെ, എനിക്ക് പ്രേതത്തിന് പേടിയില്ല കേട്ടോ. പ്രേതത്തിന് എനിക്ക് പേടിയില്ല. എ ബി എ ബി എ എ ബി എ ബി നിങ്ങൾ എന്താ ഇങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് കളിക്കുക? എ ബി എ ബി എ ബി എന്ന് ഒരെണ്ണം പറയേ. Autoimmune disorder is a condition where body defense mechanism recognize its own cells as foreign body. സ്വന്തം സെൽസിനെ തിരിച്ചറിയാൻ പറ്റാത്ത പ്രോപ്പർട്ടിയിലാണ് ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ടാവുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് rheumatoid arthritis is a condition where body does not attack cell cells. അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന്റെ എക്സാമ്പിൾ ആണ്. സോ ഇത് സ്വാഭാവികമായിട്ടും തെറ്റാണ്. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, നാളെയും ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം യെസ്, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു അക്വയർഡ് ഇമ്മ്യൂണിറ്റി. 300 മാർക്കാണോന്നാ? 380യോ? 380 മാർക്കാണോന്നോ? എനിക്ക് മനസ്സിലായില്ല. 360 എന്താ ചോദിച്ചത്? 380 മാർക്കാണോ എന്നെന്താ ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എ ലോക്ക് ചെയ്തു. യെസ് കൃഷ്ണ. അടുത്ത ചോദ്യം, select the incorrect statement with respect to acquired immunity. Okay, so anamnestic response is elicited on subsequent encounters with the same pathogen. Anamnestic response is due to memory of first encounter. Acquired immunity is non-specific type of defense present at the time of birth. Primary response is produced when our body encounters a pathogen for the first time. അതേ കൃഷ്ണ അതേലോ. കൃഷ്ണയുടെ ആൻസറിന് ഞാൻ നേരത്തെ ആൻസർ ചെയ്തിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് പറയൂ, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഫോറിൻ സെൽ നോട്ട് മാം എന്നോ എന്താണ്? ഡസ് നോട്ട് അറ്റാക്ക് സെൽ ഡസ് അറ്റാക്ക്, ഇതാണോ പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് 2 തെറ്റല്ലേ? ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? rheumatoid arthritis is a condition where body attacks cell. Anamnestic response is elicited on subsequent encounters with the same pathogen. Anamnestic response എന്ന് പറയുമ്പോൾ subsequent encounter with the same pathogen ഉണ്ടാവുന്നതിനാണ് നമ്മൾ പറയുന്നത്. Anamnestic response is due to memory. Acquired immunity is non-specific type of defense present at the time of birth. Acquired immunity time of birthലാണ് ഉണ്ടാവുന്നത് അല്ല, അത് innate immunity ആണ്. ഇത് ലൈഫ് ടൈമിൽ അച്ചീവ് ചെയ്യുന്നതാണ്. And that is specific. Primary response is produced when our body encounters a pathogen for the first time. So the incorrect statement option C, right? ശരിയാണ്. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തെന്നോ? ചില ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാം. ഞാൻ പറഞ്ഞു NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് എല്ലാം PY ഇതിൽ കാണാൻ പറ്റും. സോ പലയിടത്തും നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കാണാം കേട്ടോ. മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ, നമ്മളുടെ അൺനോൺ ഇവിടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. അൺനോണിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ്റെ ട്രിക്ക് ബേസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഡയഫ്രം, contraceptive pills, intrauterine device, lactation amenorrhea, ഇപ്പുറത്ത് inhibit ovulation and implantation, increase phagocytosis sperm within uterus, absence of menstrual cycle and ovulation following parturition. They cover the cervix, blocking the entry of sperm. ഉടനെ തീരും. നമുക്കൊരു 6-7 ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, മേ ബി ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് നോക്ക്. അപ്പം ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ 1-2 മാച്ച് ചെയ്യാണ് കേട്ടോ. ആബ്സെൻസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഓവുലേഷൻ ഫോളോയിങ് പാർച്ചുറേഷൻ, അതെന്താണ്? ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് മാച്ച് ചെയ്യണേ.
റാൻഡം മാച്ചിങ്. ഓക്കെ, അപ്പം ലാക്ടേഷൻ അമനോറിയ, ലാക്ടേഷൻ ഇൻറ്റൻസ് ആയിട്ട് ലാക്ടേറ്റ് ചെയ്യുന്ന മദേഴ്സിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഉണ്ടായിരിക്കില്ല. അപ്പം D3 വന്നിരിക്കുന്ന ഓപ്ഷൻ 2 എണ്ണം. ഇത് രണ്ടും ഞാൻ ഒഴിവാക്കി. ഓക്കെ, ഇനി അടുത്തത് ഇൻക്രീസ് ഫാഗോസൈറ്റോസ് സ്പേം വിതിൻ യൂട്രസ്. ഉറപ്പായിട്ടും ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. സോ C2 നോക്കാം. C2 യെസ്. അപ്പോൾ C2 ഇതല്ല, ഇവിടെ വെച്ചിട്ട് നമുക്ക് തന്നെ കിട്ടി. A4 ആൻഡ് B1 ആണോ എന്നൊന്ന് കൺഫേം ചെയ്യാം. ഡയഫ്രം സെർവിക്സ് കവർ ചെയ്യുന്നു. B കോൺട്രസെപ്റ്റീവ് പില്ല് ഓവുലേഷനും ഇംപ്ലാന്റേഷനും പ്രിവെന്റ് ചെയ്യുന്നു. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. യെസ്, ഓപ്ഷൻ എ ലോക്ക്ഡ്. അടുത്ത ചോദ്യം, ഇഫ് എ കളർ ബ്ലൈൻഡ് ഫീമെയിൽ marries a man whose mother was also color blind, what are the chances of her progeny having color blindness? Okay, if a color blind female എന്ന് പറയുമ്പോൾ XCXC sex linked recessive disorder ആണ്, marries a man whose mother was also color blind. അവരുടെ മദറും കളർ ബ്ലൈൻഡ് ആണ്. സോ സ്വാഭാവികമായിട്ടും ഈ സിയും അഫക്റ്റഡ് ആയിരിക്കും. ഇതായിരിക്കും അവരുടെ ഹസ്ബൻഡിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഉണ്ടാവുന്ന പ്രോജനീസിന് കളർ ബ്ലൈൻഡ്നെസ് വരാനുള്ള ചാൻസ് എത്രയാണ്? എങ്ങനെയൊക്കെ നോക്കിയാലും കളർ ബ്ലൈൻഡ്നെസ് വരാനുള്ള സാധ്യതയാണ് ഞാൻ ക്രോസ് ചെയ്തിട്ട് കാണുന്നത്. നിങ്ങൾ നോക്കൂ, എടാ 360 മാർക്സ് എന്ന് പറയുമ്പോൾ അത് 380 മാർക്സ് ബയോളജി മാത്രമല്ലേ ഇതിലാവുന്നുള്ളൂ. ബയോളജിയും കുറച്ച് മാർക്കും കൂടിയേ ഉള്ളൂ. ഒരൊറ്റ ബയോളജിക്ക് മാത്രം ഫുൾ മാർക്സും കുറച്ച് കെമിസ്ട്രി ഫിസിക്സ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നൊരു മാർക്കാണ്. ലൈക്ക് ഇംപ്രൂവ് ചെയ്യും. നമുക്ക് MBBSനാണ് അഡ്മിഷൻ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതിലും മാർക്സ് കിട്ടണം. ഓക്കെ, അതിലും മാർക്സ് കിട്ടണം. യെസ്, ഓഫ് കോഴ്സ് 100% എല്ലാ കുട്ടികൾക്കും കളർ ബ്ലൈൻഡ്നെസ് വരാനുള്ള സാധ്യതയാണ്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓൺ സെൻട്രൽ ഡോഗ്മ. DNA ഫോം ചെയ്യുന്നു, DNA mRNA ഫോം ചെയ്യുന്നു, mRNA D ഫോം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ABCD എന്താണ്? 100%. വെരി ഗുഡ് ട്ടോ, വെരി ഗുഡ്. 100% എന്താണ്? 100% എന്താണ്? സോറി, ABCD എന്താണ്? ABCD. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ആൻസർ ചെയ്യൂ. അടുത്ത ചോദ്യം. യെസ്, റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഇവിടെ ഫോം ചെയ്യുന്നു പ്രോട്ടീൻ. റൈറ്റ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. വെരി ഗുഡ്. അടുത്ത ചോദ്യമേ മാത്സ് ഫോളോയിങ്. Match list 1 with list 2. Choose the correct answer from the options given below. Protein, unsaturated, nucleic acid ആണ്. Nucleic acid, polysaccharide, CC double bond, phosphodiester bond, glycosidic bond, peptide bond. എങ്ങനെ മാച്ച് ചെയ്യും? അടുത്ത ചോദ്യം. വേഗം മാച്ച് ചെയ്തോളൂ. Okay, we will end it now. Last questions. Yes, അപ്പം പ്രോട്ടീൻ പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, A4 വെച്ച് ആൻസർ കിട്ടോ. A4 രണ്ടെണ്ണം വന്നു. അൺസാച്ചുറേറ്റഡ് B1 അല്ലേ, B1 ന്യൂക്ലിക് ആസിഡ്, ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്, C2 and D3. Okay, so right answer is option D. Okay, option D is the right answer. So last question. This is the last question. Identify the correct statement. RNA polymerase binds with raw factor to terminate the process of transcription in bacteria. The coding strand in a transcription unit is copied to an mRNA. Split chain arrangement is characteristic of prokaryotes. In capping, methyl guanosine triphosphate is added to the 3' end of hnRNA. Okay. Hari Prasad, this is the last question. Answer this question and you can leave. I will also leave. Okay. Remaining questions we will discuss tomorrow. Yes. RNA polymerase raw factor ആയിട്ട് ബൈൻഡ് ചെയ്ത് ടെർമിനേഷൻ നടത്തുന്നു. കോഡിംഗ് സ്ട്രാൻഡ് ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇസ് കോപ്പീഡ് ടു ആൻ mRNA. അല്ല, കോഡിംഗ് സ്റ്റാൻഡ് അല്ല നമ്മൾ കോപ്പി ചെയ്യുന്ന ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണ്. സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെന്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് യൂകാരിയോട്സ്. ക്യാപ്പിംഗ് മിഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് 5' എൻഡിലാണ് കൊടുക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ.
ഓക്കെ ഓക്കെ എടാ മക്കളെ, ആക്ച്വലി നോട്ട്സ് എല്ലാം നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണത് കിട്ടാത്തതെന്നൊരു ഐഡിയ എനിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പം ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓ താങ്ക് യു. I became master just because I took zoology and botany. Okay, so I'm the master, right, Rohit? Thank you, dear. Thank you. So thank you. അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പം 3 ദിവസമായിട്ട് അടുപ്പിച്ച് നിങ്ങൾ എന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഇനിയും കാണും, ഇനിയും ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ ആയിട്ട് വരും. അൺടിൽ നിങ്ങളുടെ നീറ്റ് എക്സാം, നിങ്ങൾ നീറ്റ് ക്ലിയർ ചെയ്യുന്നവരെ സപ്പോർട്ടുമായിട്ട് നമ്മൾ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു സുഹ, താങ്ക് യു പ്രണവ്, താങ്ക് യു ഋഷി, താങ്ക് യു അന്ന, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഓൾ ടു. അടുത്ത സെഷനിൽ കാണാം. സോ നിങ്ങൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈവിന് ശേഷം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യാം. ആൻഡ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഈ ഒരു കമൻറ്റ് സെഷനിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ലൈവിന് ശേഷം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതേപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ എൻ്റെ ഹാർട്ട് ഫില്ലായി. ഓക്കെ രോഹിത്, യു ക്യാൻ വാച്ച് ബയോടെക്നോളജി. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു കൃഷ്ണ, താങ്ക് യു എവറിബഡി. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സ്റ്റഡി വെൽ. നമ്മൾ ഉടനെ കാണാം. നിങ്ങൾക്ക് എന്ത് കൺസേൺസ് എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിലും അല്ലാതെയുള്ള കൺസേൺസ് ആണെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഓക്കെ, so thank you, bye, take care, good night, see you.